അപ്പോൾ ഇത് ഗ്രിഡ് സംവിധാനം വഴിയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ഗ്രിഡിലേക്ക് പോയിട്ട് അതിൻ്റെ നമ്മൾക്ക് ഉപയോഗം കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് എത്രയാണ് വരുന്നത് ഇയർലി ആയിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് KSEB നമ്മൾക്ക് ഇങ്ങോട്ട് അതിന് ക്യാഷ് തരുന്നതാണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എക്സ്ട്രാ ഉൽപ്പാദിപ്പിച്ചാൽ അതിനൊരു വരുമാനം കൂടെ ആയിട്ട് നമ്മൾക്ക് സോളാർ പദ്ധതി കാണാൻ പറ്റും. ഇപ്പോൾ നല്ല വെയിലുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 2 കിലോവാട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8-10 യൂണിറ്റ് വരെ കിട്ടും. 3 കിലോവാട്ടിൻ്റെ സോളാർ നമ്മളുടെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മുതൽ 15 വരെ കിട്ടും. ടാറ്റയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 17 കിട്ടുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്, പോസ്റ്റ് ഓഫീസ് വഴിയുള്ളത്. അപ്പോൾ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ സൈഡിൽ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 6 മാസത്തിലെ ഏതെങ്കിലും ഒരു ബില്ലും ഇലക്ട്രിസിറ്റി ബില്ലും നിങ്ങളുടെ മൊബൈലും മാത്രം മതി നമ്മൾക്ക് ഇവിടുന്ന് രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതാണ്. അതിന് എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാർച്ച് 9 വരെയാണ് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ടുള്ളത്. 1 കോടി കസ്റ്റമർക്കാണ് ഈ 78,000 രൂപയോട് കൂടി നമുക്ക് സബ്സിഡിയോട് കൂടി നമുക്ക് ലഭിക്കുക. അപ്പോൾ അതിന് പെടാൻ വേണ്ടി നമ്മൾ രജിസ്ട്രേഷൻ ഈ മാർച്ച് 9 വരെയാണ്. മാക്സിമം എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തില്ല. എല്ലാവരും അതിനംഗമായിട്ട് എല്ലാവർക്കും സോളാർ സബ്സിഡിയോട് കൂടി തന്നെ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ പദ്ധതിയിൽ ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അതിന് കറണ്ട് ബില്ല് മാത്രമാണ് വേണ്ടത്, ഫോൺ നമ്പറും ഫോണും. അപ്പോൾ OTP അതിനകത്തേക്ക് വരും. അത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ നടക്കട്ടെ. കറണ്ട് ബില്ലില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ പറഞ്ഞു തന്നാൽ മതി. നമ്മളോട് ബില്ല് ഡൗൺലോഡ് ചെയ്ത് തന്നിട്ട് നമ്മളത് ചെയ്തു കുഴപ്പമില്ല. രജിസ്ട്രേഷൻ ഇവിടെ കൗണ്ടറിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കറണ്ട് ബില്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്യൂമർ നമ്പറോ ഇവിടെ കൊണ്ടുവന്നാൽ പുരപ്പുറത്ത് സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള സബ്സിഡി രജിസ്ട്രേഷൻ ഇവിടെ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. സൗരോർജ്ജ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇവിടെ നടത്താവുന്നതാണ്. സദസ്സിലുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, കാലപ്പുറത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ നേതൃത്വത്തിൽ ഭാരതമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾക്ക് അവരുടെ നിത്യോപയോഗ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. നിരവധി പദ്ധതികൾ അതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാന നാരീശക്തി ഭാരതത്തിന് എമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പുക അടുപ്പുകളിൽ നിന്നും ഭാരതത്തിലെ അമ്മമാർക്കും സഹോദരിമാർക്കും മോചനം നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി. സാധാരണക്കാരായ വീട്ടമ്മമാരെ അവരുടെ ആരോഗ്യം പുക ശ്വസിച്ച് അവരുടെ ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിൻ്റെ ഭാഗമായി കോടിക്കണക്കിന് വരുന്ന വീട്ടമ്മമാർക്ക് സൗജന്യമായി പാചകവാതകം കണക്ഷൻ നൽകുകയും അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഈ അടുത്ത സമയത്ത് ഭാരതത്തിലെമ്പാടും
വികസിത സങ്കല്പ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിച്ച് ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതികളെ കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയും അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും ആ യാത്ര എത്തുകയും അവിടെ നിന്നാണ് ഉജ്വൽ യോജന പദ്ധതി പ്രകാരം ഈ ഗ്യാസ് കണക്ഷൻ ഇവിടുത്തെ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുത്തരം പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനെയൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഒരു മാസം മുമ്പ് വെള്ളാരമുണ്ടിയിൽ പുറത്തു പേർക്ക് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നിവിടെ ഒരു 10ഓളം ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുകയാണ്. ഇനിയും ആർക്കെങ്കിലും ഈ നാട്ടില് ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഈ പദ്ധതി എത്തിച്ചു നൽകുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുത്തട പഞ്ചായത്ത് കമ്മിറ്റി പ്രതിജ്ഞാബദ്ധമാണ്. ആർക്കും അങ്ങനെ ആവശ്യമുണ്ടെങ്കിലും ഈ കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ഒരു കാലത്തും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം നോക്കിയിട്ടല്ല ഒരു പദ്ധതിയും ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ പദ്ധതിയിലും അതുപോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ്, ചേരാവുന്നതാണ്. നിങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി മുത്തറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇതിന്റെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി എടക്കര മണ്ഡലം ജനറൽ സെക്രട്ടറിയും മുത്തരം പഞ്ചായത്തിന്റെ പ്രഭാരിയുമായ ശ്രീ NC ബിച്ചു അവர்களാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ മുത്തരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ എം വെള്ളാരമുണ്ടിയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. ഇതിന് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എടക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാലാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രധാനമന്ത്രി സൂര്യഘർ മുക്തി ബിജ്ലി യോജന പദ്ധതി നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പുരപ്പുറ സൗരോർജ പദ്ധതി സബ്സിഡി അടിസ്ഥാനത്തിൽ നൽകുന്നതിന് വേണ്ടി അതിൻ്റെ വിശദീകരണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീജിത്ത് BC അദ്ദേഹത്തെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി നിലമ്പൂരിൻ്റെ ജനറൽ മാനേജർ ശ്രീ രാജൻ തോമസ് അവർ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ കാർഷിക മോർച്ചയുടെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിന്റെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള ശ്രീകൃഷ്ണൻ, പത്മനാഭൻ, വർഗീസ് ചേട്ടൻ, ഈ യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകർക്ക്, ഈ ഗ്യാസ് കണക്ഷൻ കരസ്ഥമാക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള അമ്മമാർക്ക് എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ അധ്യക്ഷനായി ശ്രീ സുരേഷ് കുമാർ എന്നെ ക്ഷണിച്ചുകൊള്ളും. മുത്തരം പഞ്ചായത്ത് പ്രഭാരിയുമായ ശ്രീ NC ബിജു അവർ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ വേണ്ടി എടക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാൽ, കർഷക ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരൻ, സ്വാഗതം ആശംസിച്ച മുത്തരം പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീ ഇന്ദ്രജിത് ലാൽ, ശ്രീ കൃഷ്ണൻ കോട്ടയിൽ, സെക്രട്ടറിമാരായ പത്മനാഭൻ, വർഗീസ് ചേട്ടൻ,
മറ്റ് പ്രവർത്തകരെ, നാട്ടുകാരെ, ഈ ഗ്യാസ് വിതരണ ഉപഭോക്താക്കളെ എല്ലാവർക്കും നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടനവധി കാര്യങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഭാരതത്തിൽ നടപ്പാക്കുകയുണ്ടായി. അതിൽ ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിയാത്ത ആളുകളുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ വക കാര്യങ്ങൾ അറിയിക്കുകയും അതിനെ ഉപഭോക്താക്കളാക്കി മാറ്റുവാനും മൂത്തേടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ എല്ലാവരും വളരെ സജീവമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ മാസം വെള്ളാരമുണ്ടയിൽ കുറച്ച് കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോ ഇവിടെ ഏകദേശം 10 ആളുകൾക്കാണ് നമ്മൾ സൗജന്യമായി കണക്ഷൻ നൽകുന്നത്. വീണ്ടും ഒരു 5 പേര് ഇപ്പോൾ അപേക്ഷ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപേക്ഷ കൊടുത്താൽ അപ്പോൾ തന്നെ കിട്ടില്ല. ആദ്യമൊക്കെ സ്പോട്ട് ആക്ടിവേഷൻ ആയിരുന്നു. ഇപ്പോ കുറച്ച് ഡിലേ വരുന്നുണ്ട്, സ്റ്റവ് വരാത്തതും അങ്ങനെ ചില പ്രശ്നങ്ങളും. ഇത് തുടങ്ങിയത് 2014 തുടങ്ങിയ പദ്ധതിയാണ്. ഇപ്പോഴും ജനങ്ങളിൽ എത്താതിരിക്കാൻ കാരണം നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള രാഷ്ട്രീയ വിവരം ബാധിച്ചവരുടെ കുപ്രചരണങ്ങളിൽ അകപ്പെട്ടുകൊണ്ടാണ്. അത് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പോകും, PM കിസാൻ സമ്മാൻ നിധി മേടിച്ചു കഴിഞ്ഞാൽ ഭൂമി പോകും. അങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നതുകൊണ്ട് ഈ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടുത്തെ ഭരണ സംവിധാനവും പ്രവർത്തകരും അത് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഏകദേശം ഇപ്പോൾ കുറെ ആളുകൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിതരണം. ആരെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടാണോ, മതം നോക്കിയിട്ടാണോ, ജാതി നോക്കിയിട്ടാണോ, ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണോ കൊടുക്കുന്നത് എന്നെല്ലാവരും പൊതുവെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. നരേന്ദ്രമോദി എന്തെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ആ ആനുകൂല്യം കിട്ടുന്ന രീതിയിലാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റുള്ള കുപ്രചരണങ്ങളെല്ലാം തകിടം മറിച്ചുകൊണ്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോദി സർക്കാരിന്റെ അടുത്ത വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ വേളയിൽ അടുത്ത ഭരണവും മോദിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പരിപാടി തുടങ്ങാൻ വൈകിയത് നമ്മുടെ ഗ്യാസ് ഏജൻസി വരാൻ താമസിക്കുന്നതുകൊണ്ടാണ്. അവരിപ്പോഴും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 10-15 മിനിറ്റിനകം എത്തുകയായിരിക്കും. അവരെത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മണ്ഡലം സെക്രട്ടറിയും മൂത്തേടം പഞ്ചായത്ത് പ്രഭാരിയുമായ ശ്രീ NC ബിജു അവരെ ക്ഷണിച്ചു പോകുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ, സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, അതുപോലെ ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ദീപുവേട്ടൻ, ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ കൃഷ്ണൻ, ശ്രീ പത്മനാഭൻ, ശ്രീ വർഗീസ്, അതുപോലെ കർഷക മോർച്ചയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഭാസ്കരേട്ടൻ, ഇന്ദിരേട്ടൻ, ഇവിടെ എത്തിയിട്ടുള്ള സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, ഈ ഗ്യാസിൻ്റെ ഗ്യാസ് കണക്ഷൻ്റെ പ്രയോജനം അനുഭവിക്കുന്നതിന് വേണ്ടി
ഇവിടെ എത്തിയിട്ടുള്ള ഗുണഭോക്താക്കളെ, എന്നെ കേൾക്കുന്ന നല്ലവരായ കാരപ്പുറം അങ്ങാടിയിലെ നിവാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ അനുവദിച്ചിട്ടുള്ള 10ഓളം ഗ്യാസ് കണക്ഷനുകൾ സൗജന്യമായി നമ്മുടെ ഗ്രാമത്തിലെ അമ്മമാർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ദിവസമാണ്. നമുക്കറിയാം, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ 2016 കാലത്ത് മെയ് 1-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ 60 വർഷക്കാലത്തെ അപ്രമാദിത്യ കുടുംബാധിപത്യ ഭരണത്തിന് കീഴിൽ ഈ നാട് സാമ്പത്തികമായും മറ്റെല്ലാ മേഖലയിലും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോയപ്പോ 2014 കാലത്ത് ഈ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ കരുത്തനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം ഈ നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കാണ് ആദ്യം പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമ്മൾ നേരിടുന്ന ആരോപണങ്ങളുണ്ട്. BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു സർക്കാരാണ് എന്നാണ് ഇവിടുത്തെ ഇടതന്മാരും വലതന്മാരും എപ്പോഴും ആരോപണവുമായി മുൻപോട്ട് വരാറുള്ളത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തെ പട്ടിണി അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ രാജ്യത്ത് കക്കൂസില്ലാത്തവന് ശൗചാലയം പണിതു കൊടുത്തുകൊണ്ടാണ് ആദ്യമായി നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തനം തുടങ്ങുന്നത്. ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്കാർക്കും ഇന്ന് ശൗചാലയമില്ലാത്തതിന്റെ കുറവുണ്ട് എന്ന് നമുക്കാർക്കും കരുതാൻ കഴിയില്ല. സത്യത്തിൽ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് അറിയുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. ഏതായാലും നമ്മുടെ ഗ്രാമങ്ങളിലെ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഗ്രാമങ്ങളിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ, ദരിദ്രരായ, പട്ടിണി പാവങ്ങളായ ഗ്രാമത്തിലെ അമ്മമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച്, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നല്ല ബോധ്യവുമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ പുകയടുപ്പിന്റെ പുക ശ്വസിച്ചുകൊണ്ട് ശ്വാസകോശ രോഗങ്ങളും മറ്റനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടുത്തെ പാവങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇന്ന് നീണ്ട 8 വർഷക്കാലം പിന്നിടുകയാണ്. ഈ നീണ്ട 8 വർഷക്കാലം പിന്നിടുമ്പോഴാണ് ഇന്ന് ഇവിടെ 10ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് കണക്ഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ 8 വർഷക്കാലം ഇതിന്റെ പ്രയോജനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കാതെ പോയി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ട ബാധ്യത അതത് സംസ്ഥാന സർക്കാരുകൾക്കുള്ളതാണ്. നമ്മളും തിരഞ്ഞെടുത്തു വിട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു സർക്കാരിനെ. എന്നാൽ ആയിരക്കണക്കിന് പദ്ധതികൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിലേക്ക്, അടിത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, അങ്ങനെ ഒരു പദ്ധതി ഈ നാട്ടിൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഈ പദ്ധതിക്ക് വേണ്ടി ഉണ്ടാകുന്നില്ല.
അതുകൊണ്ട് തന്നെയാണ് ഈ 8 വർഷക്കാലമായിട്ടും ഈ പറയുന്ന 10 കുടുംബങ്ങൾക്ക് ഈ സൗജന്യ ഗ്യാസ് കണക്ഷന്റെ ആനുകൂല്യം ഇതുവരെ ലഭിക്കാതിരുന്നത്. മാത്രമല്ല, ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുൻപ് ഈ പഞ്ചായത്തിൽ വെച്ച് നമ്മൾ ഒരു 5ഓളം കുടുംബങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ, സൗജന്യ ഗ്യാസ് കണക്ഷൻ വാങ്ങിക്കൊടുക്കുകയുണ്ടായി. എന്നാൽ നമ്മുടെ ഈ നാട്ടില്, ഈ ഗ്രാമത്തില് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇനിയും ഈ പദ്ധതിയുടെ ഗുണഫലങ്ങളെ കുറിച്ച് അറിയാത്തവരായി ഇന്നുമുണ്ട്. അവരുടെ ഇടയിലേക്ക് ഇതിന്റെ ആനുകൂല്യത്തെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. അത് അവരുടെ ഇടയിലേക്ക് എത്തിക്കുവാനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവിടെയില്ല. ആരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമില്ല. കാരണം എന്താ? നരേന്ദ്രമോദി സർക്കാരിന്റെ ആനുകൂല്യം ഈ നാട്ടിലെ പാവപ്പെട്ട ജനതയുടെ ഇടയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഈ പാവങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും മോദിയുടെ ആളായി പോകുമോ എന്ന ഭയമാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനുള്ളത്, പിണറായി സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ സാധാരണക്കാരന്റെ ഇടയിലേക്ക് എത്താൻ വൈകുന്നത്, അല്ലെങ്കിൽ എത്താതിരിക്കുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഇത്തരം പദ്ധതികൾ സാധാരണക്കാരൻ അറിഞ്ഞാൽ അതിനെ എങ്ങനെയും തടസ്സപ്പെടുത്തുന്ന സമീപനങ്ങളാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ ഇന്ന് പെൻഷൻ മുടങ്ങിയിട്ട് 8 മാസത്തോളം പിന്നിടുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. ഈ തരത്തിലുള്ള സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുമ്പോ ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ 1 മാസത്തെ പെൻഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന പട്ടിണി പാവങ്ങളുള്ള നാടാണ് കേരളം. 1 മാസത്തെ പെൻഷൻ കിട്ടിയിട്ട് വേണം വലിയ ആശുപത്രിക്കുള്ള മരുന്ന് വാങ്ങാനെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പാവങ്ങളുള്ള നാടാണ് ഈ കേരളം. അങ്ങനെയുള്ള കേരളത്തില് പെൻഷൻ മുടങ്ങിയിട്ട് 8 മാസം പിന്നിടുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു വർഷത്തിൽ 6000 രൂപ നമുക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി കിസാൻ സമ്മാൻ നിധി. ഇന്ന് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിൽ അതിന്റെ ഗുണം അനുഭവിക്കാത്ത ആളുകൾ ഇവിടെ വളരെ കുറച്ചാണ്. എല്ലാ കർഷകരായിട്ടുള്ള ആളുകൾക്കും കിസാൻ സമ്മാൻ നിധിയിലൂടെ അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരും അതിന്റെ കൂലിക്കെഴുത്തുകാരും ഏത് തരത്തിലാണ് ആ പദ്ധതിയെ സമീപിച്ചത് എന്ന് നമുക്കറിയാം. കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ആനുകൂല്യത്തിന് വേണ്ടി നമ്മുടെ കൃഷി ഓഫീസിൽ നമ്മുടെ ഭൂമിയുടെ നികുതി അടച്ച രസീത് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് പിന്നെ ആ ഭൂമി കൈമാറ്റം ചെയ്യാൻ സാധിക്കില്ല, അവിടെ വീട്ടുവെക്കാൻ സാധിക്കില്ല എന്നെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങൾ ഈ രാജ്യത്ത് അയച്ചു വിട്ടുകൊണ്ട്, ഈ കേരളത്തിൽ അയച്ചു വിട്ടുകൊണ്ട് ആ പദ്ധതിയെ തകിടം മറിക്കുന്ന സമീപനമാണ് ഈ നാട്ടിലെ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും അല്ലെങ്കിൽ അവരുടെ കൂലിക്കെഴുത്തുകാരും നടത്തിയിട്ടുള്ളത്. സർക്കാരിനെ എങ്ങനെ വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ ഈ തരത്തിലുള്ള കുപ്രചരണങ്ങൾ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈ നാട്ടിൽ പരന്നപ്പോ അത് ശരിയായ വാർത്തയല്ല, അത് തെറ്റായ കുപ്രചരണമാണ്. കിസാൻ സമ്മാൻ നിധിയിലൂടെ ഒരു വർഷം 6000 രൂപ ഇവിടുത്തെ പാവപ്പെട്ട കർഷകന് ലഭിക്കുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഴുവൻ കർഷകരും അതിൽ അംഗങ്ങളാകണമെന്ന് ഒരു നോട്ടിഫിക്കേഷൻ കേരളത്തിന്റെ സർക്കാർ സംവിധാനത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രചരണങ്ങൾക്ക് പിന്നിൽ ഇടതുപക്ഷ സർക്കാരാണ്, അതിന്റെ കൂലിക്കെഴുത്തുകാരുമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ഏത് പദ്ധതി എടുത്ത് പരിശോധിച്ചാലും ഇതേ രൂപത്തിലുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മരുന്ന് കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുള്ള ഈ നാട്ടില് കുറഞ്ഞ നിരക്കില് നമുക്ക് മരുന്ന് ലഭ്യമാക്കുന്ന ജൻധൻ ഔഷധി എന്ന് പറയുന്ന മെഡിക്കൽ സെന്ററുകൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ മരുന്നില്ലാതെ കഷ്ടപ്പെടരുത് എന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ജൻധൻ ഔഷധി എന്ന് പറയുന്ന സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. എങ്ങനെയാണ് ആ സംവിധാനത്തെ കേരളം സമീപിച്ചത്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഇടതുപക്ഷവും വലതുപക്ഷവും സമീപിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ജൻധൻ ഔഷധിയിലൂടെ വരുന്ന മരുന്നുകൾക്ക് ഗുണനിലവാരമില്ല, അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് ആ ഷോപ്പുകളിലൂടെ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംവിധാനത്തെ തകർക്കുവാനുള്ള സമീപനങ്ങളാണ് ഇവിടെയുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചത്. അത് ഏത് പദ്ധതിയായാലും
ഏതുതരം പദ്ധതിയായാലും ഇവിടെ നടപ്പിലാക്കുമ്പോ ഇത്തരത്തിലുള്ള സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടാവുന്നത്. നാം വിട്ട ഒരു സർക്കാർ എന്ന് പറയുന്നത്, കേരളത്തിന്റെ സർക്കാർ എന്ന് പറയുന്നത്, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി, ഈ നാടിന്റെ ഭരണം മനോഹരമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയാണ് ഇവരെ നമ്മൾ അധികാരത്തിലേറ്റിയിട്ടുള്ളത്. എന്നാൽ 8 വർഷത്തെ ഭരണം പിന്നിടുമ്പോ ഇന്ന് ഈ നാടിന്റെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ? നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? കേവലം പ്രത്യയശാസ്ത്രങ്ങൾക്ക് പിറകെ പായാതെ ഈ നാടിന്റെ ഇന്നത്തെ സാഹചര്യത്തെ കുറിച്ച് അല്പമെങ്കിലും പ്രബുദ്ധ കേരളമെന്ന് നാഴേക്ക് 40 വട്ടം അവകാശപ്പെടുന്ന നാം പരിശോധിക്കട്ടെ. ഈ നാടിന്റെ ഇന്നത്തെ സാഹചര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചു. പെൻഷൻ മുടങ്ങി, ശമ്പളം മുടങ്ങി, വാർദ്ധക്യ പെൻഷനും വിധവാ പെൻഷനും മുടങ്ങി. മാത്രമല്ല, ഇവിടെയുള്ള സർക്കാർ വാഹനങ്ങളില് ഇന്ധനം നിറച്ച എണ്ണ കമ്പനികൾക്ക് പണം നൽകിയിട്ടില്ല. സ്കൂളിലെ ഉച്ചക്കഞ്ഞിയുടെ ക്യാഷ് കൊടുത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ RTO ഓഫീസില് നമുക്കറിയാം ലക്ഷക്കണക്കിന് ലൈസൻസും RC ബുക്കുകളുമാണ്, അപേക്ഷകളാണ് RTO ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത്. എന്തുകൊണ്ട്? RTO ഓഫീസില് RCയും ലൈസൻസും പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി പേപ്പറില്ല. കഷ്ടം. ഒരു നാടിന്റെ അവസ്ഥയാണ്. ഒരു RTO ഓഫീസില് ലൈസൻസും RC ബുക്കും പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി പേപ്പർ സപ്ലൈ ചെയ്യുന്ന കമ്പനിക്ക് പണം കൊടുക്കാത്തതിന്റെ പേരില്, ആ കമ്പനി പേപ്പർ സപ്ലൈ ചെയ്യുന്നത് നിർത്തലാക്കിയതിന്റെ പേരില് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈസൻസും RC ബുക്കും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് നമ്മുടെ ഈ കേരളത്തിലാണ്. ഈ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ദൈനംദിന ചെലവിന് വേണ്ടി കടം വാങ്ങേണ്ട ഒരു സാഹചര്യം, കടം വാങ്ങി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്ക് പണം കൊടുക്കേണ്ട ഒരു സാഹചര്യം, എന്തിനും ഏതിനും കടം വാങ്ങുന്ന ഒരു സംവിധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പല്ല് മുളയ്ക്കാത്ത നമ്മുടെ പിഞ്ചു പൈതങ്ങൾക്ക് വേണ്ടി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ പോലും കേരളത്തിന്റെ ഖജനാവിലേക്ക് നികുതി അടയ്ക്കുന്നവരാണ് നാം ഓരോരുത്തരും. കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു ദേശത്തിന് 4 ലക്ഷം കോടിയിലധികം രൂപയാണ് കടബാധ്യതയായിട്ടുള്ളത്. ഈ കേരളത്തിന് 4 ലക്ഷം കോടിയിലധികം രൂപ കടബാധ്യതയുണ്ടെങ്കിൽ അത് മറ്റാരോ വീട്ടിക്കൊള്ളുമെന്നാണ് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ കടബാധ്യത വരുത്തി വെച്ചവരാരും ആ കടം തീർക്കാൻ പോകുന്നില്ല. ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ പൗരനും, കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു പ്രദേശത്ത് ജീവിക്കുന്ന ഓരോ പൗരനും ആളോഹരി 1,70,000 രൂപ വീതം കടബാധ്യതയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ കടം കയറി മുടിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഇങ്ങനെ കടം വരുത്തി വെക്കുന്നതിന് വേണ്ടിയായിരുന്നോ ഇടതിനെയും വലതിനെയും നാം ഇത്രയും കാലം അധികാരത്തിലേറ്റിയത് എന്ന് തിരിച്ചറിയാൻ, ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ ഈ നാട്ടിലെ പ്രബുദ്ധ ജനത ഒന്ന് തയ്യാറാവണം. ഇങ്ങനെ കടബാധ്യതയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്ത് സുരക്ഷിതത്വമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത്രയെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഈ നാട് കടന്നു പോകുമ്പോഴും നാം ജയിപ്പിച്ചു വിട്ട മന്ത്രിമാർക്കും MLA-മാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കും ഒരു പണം പോലും, ഒരു പൈസ പോലും പെൻഡിംഗ് ആയിട്ടില്ല. കൃത്യമായി അവരവരുടെ ശമ്പളം എഴുതിയെടുത്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. അവരുടെ ഒന്നും കുടുംബങ്ങളിൽ 1 രൂപയ്ക്ക് വേണ്ടി ആരും കഷ്ടപ്പെട്ടിട്ടില്ല. സുഖ സൗഭാഗ്യങ്ങളോടെ അവരും അവരുടെ കുടുംബങ്ങളും ജീവിക്കുന്നു. മാത്രമല്ല, ഈ നാട് കടക്കണിയിലാണ്ട് മുടിഞ്ഞു പോയാൽ ഇവർക്കൊന്നും സംഭവിക്കാനില്ല. കാരണം ശതകോടികൾ സമ്പാദിച്ച് കേരളത്തിനപ്പുറത്ത്, ഈ രാജ്യത്തിനപ്പുറത്ത് കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ്. അവർക്ക് ഇവിടെ നിന്ന് നേരെ കടക്കാം. ഈ നാട് മുടിഞ്ഞു പോയാലും സുഖമായി വിദേശ രാജ്യങ്ങളിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള സമ്പത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മളെ ഓരോരുത്തരെയും വിറ്റുകൊണ്ടാണ് അവർ ഈ സമ്പത്ത് സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ പെൻഷൻ മുടങ്ങിയും ശമ്പളം മുടങ്ങിയും മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനത ഇവിടെ ജീവിക്കുമ്പോ അവനെ ഊറ്റിപ്പിഴിഞ്ഞുകൊണ്ടാണ്, അവന്റെ മേൽ കുതിരകയറിക്കൊണ്ടാണ് കേരളത്തിന്റെ സർക്കാർ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നികുതി അടയ്ക്കാതെ ഒരു വാഹനം പോലും ഈ റോഡിലൂടെ ഓടാറില്ല. എന്നാൽ ക്യാമറ വെച്ചുകൊണ്ട് റോഡിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവനെ പിഴിഞ്ഞു സമ്പാദിക്കുന്ന ഒരു സർക്കാർ. ഓരോ സ്റ്റേഷൻ പരിധിയിലും ഓരോ മാസത്തേക്കുള്ള ടാർഗറ്റ്
കൊടുത്തിരിക്കുകയാ. ഇത്ര 1000 രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ ഈ മാസം നിങ്ങൾ കളക്ട് ചെയ്ത് എത്തിക്കണം. എന്തിനു വേണ്ടിയാ? ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ഈ കാട്ടുകള്ളന്മാരുടെ കുടുംബം കഴിയാൻ, അല്ലെങ്കിൽ അവർക്ക് സുഖിച്ച് ജീവിക്കാൻ. നിങ്ങൾക്കറിയുമോ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വിദേശയാത്ര സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ അവന്റെ ടൂർ മുടങ്ങിയത് നിങ്ങൾക്കറിയുമോ? ഇവിടുത്തെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതി അത് ശീതീകരിക്കുന്നതിന് വേണ്ടി, അവിടെ സുഖ സൗഭാഗ്യങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടി, അവിടെ സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി, അവിടെ ലിഫ്റ്റ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയെല്ലാം പണം ചെലവഴിക്കുമ്പോ 1 രൂപയുടെ സാമ്പത്തിക ബാധ്യത ആരെങ്കിലും കേട്ടിരുന്നോ? കേരളത്തിന്റെ ഖജനാവിൽ പണമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അതുണ്ടാക്കാമെന്ന് പറയുന്നത് കേട്ടിരുന്നോ? ഒരു മുടക്കവും ഒരു കാര്യത്തിലും ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഇവിടുത്തെ കോട്ടയ്ക്കൽ ആരോഗ്യശാലയില് സുഖചികിത്സയ്ക്ക് വന്നപ്പോ കോണകം ചുറ്റാനുള്ള തോർത്തുമുണ്ടിന് പോലും കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് നികുതി പണം എഴുതിയെടുത്തിട്ടുള്ള കാട്ടുകള്ളന്മാരെയാണ് നമ്മൾ ഇന്ന് കേരളത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്നത്. തിരിഞ്ഞു ചിന്തിക്കണം. പ്രത്യയശാസ്ത്രങ്ങളുടെ പുറകെ പോയിട്ട് എന്ത് നേടിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ഉടനീളം ഈ രാജ്യത്തെ മുഴുവൻ ജനതയെയും, അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ ആയിരക്കണക്കിന് പദ്ധതികളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ സമസ്ത മേഖലകളെയും ബലപ്പെടുത്തിക്കൊണ്ട് 60 വർഷക്കാലം ഭരിച്ചിട്ടുള്ള കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഈ നാടിന്റെ കടബാധ്യതയെല്ലാം ലോകത്തെ സാമ്പത്തിക ശക്തിയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ എത്തിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ശക്തിയുടെ 5ാം സ്ഥാനത്ത് ഇന്ന് ഭാരതം എത്തി നിൽക്കുകയാണ്. ഈ 10 വർഷക്കാലം കൊണ്ട്, 60 വർഷക്കാലം കൊണ്ട് ഈ നാടിനെ മുച്ചൂട് മുടിപ്പിച്ച ഒരു അവസ്ഥയിൽ നിന്ന് 10 വർഷക്കാലം കൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ ഈ തരത്തിലേക്ക് വികസനത്തിന്റെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി നടപ്പിലാക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ കുണ്ടും കുഴിയുമില്ലാത്ത ഏതെങ്കിലും ഒരു റോഡുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ളതാ. ഏതെങ്കിലും തരത്തിലുള്ള റോഡ്, ഈ യാത്രായോഗ്യമായിട്ടുള്ള റോഡ് ഈ നാട്ടിലൂടെ പണിതിട്ടുണ്ടെങ്കിൽ കർഷകന്റെ ഉൽപ്പന്നം കുറഞ്ഞ സമയത്തിനുള്ളിൽ വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സടക്ക് യോജന എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ റോഡെല്ലാം ഇങ്ങനെ മനോഹരമാക്കിയിട്ടുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഗ്രാമീണ റോഡുകൾ എന്തുകൊണ്ട് എല്ലാ വാഹനങ്ങളും കൃത്യമായി നികുതി അടച്ചുകൊണ്ട് ഈ രാജ്യത്തുകൂടി ഓടുമ്പോ, ഈ നാട്ടിലൂടെ ഓടുമ്പോ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എങ്ങനെ ഉണ്ടാകുന്നു? അങ്ങനെ ഈ നാടിന്റെ വികസന കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ ഈ നാട് മുടിഞ്ഞ് ഓരോ ദിവസവും താഴേക്ക് കൂപ്പുകുത്തുമ്പോ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് കടം വാങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന കഴുകന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ തരത്തിലുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത്. പറ്റുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അതിന്റെ ഗുണം അനുഭവിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ പഞ്ചായത്തിൽ, ഈ മൂത്തേടം പഞ്ചായത്തിൽ ഇന്ന് 10ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഈ ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി മുൻപിട്ടിറങ്ങിയിട്ടുള്ള സുരേഷ് അടക്കമുള്ള ആ ടീമിനെ അഭിനന്ദിക്കാൻ ഞാൻ ഇന്ന് ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. കാരണം ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും ഏറ്റെടുത്തിരുന്നെങ്കിൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കുമായിരുന്നു. നമുക്കറിയാം, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗ്രാമീണ കുടുംബങ്ങളിലെ അമ്മമാർക്കാണ് ഈ പറയുന്ന പ്രയോജനം ലഭിക്കുന്നത്. ഈ കരിയടുപ്പുകളിൽ നിന്ന്, അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന് പുറത്തുള്ള നാടുകളിൽ ചാണകം എന്ന് പറയുന്നത് ഒരു മരത്തിൽ ഒട്ടിച്ചു വെച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് തീ ഉപയോഗിച്ചുകൊണ്ട് പാകം ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പിണ്ണാക്ക് ഉപയോഗിച്ചുകൊണ്ട്, കാലിത്തീറ്റയിൽ നിന്ന് ശേഷിക്കുന്ന പിണ്ണാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിറക് കത്തിച്ച് പാകം ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെല്ലാം അറിവ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി. അത് മാത്രമല്ല, ഈ പുകയെല്ലാം നമ്മുടെ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നുണ്ട്. അന്തരീക്ഷം മലിനപ്പെടുത്തുന്നത് തടയുക എന്നുള്ളത് ഒക്കെ ഈ പദ്ധതിയുടെ ഉദ്ദേശമാണ്.
അപ്പോ ഈ സർക്കാർ ഒരു പദ്ധതി ഈ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചിരുന്നതാണോ അത് നടപ്പിലാക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും കടമയാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ തരത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഏതാണ്ട് ഒരു മാസക്കാലത്തിനുള്ളിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് വരും. അപ്പോ നമ്മുടെയൊക്കെ സമ്മതിദാനാവകാശം നമുക്ക് രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും. ഇത്രയും കാലം നമ്മുടെയൊക്കെ സമ്മതിദാനാവകാശം നാം എങ്ങനെ ദുരുപയോഗപ്പെടുത്തിയോ ഇനിയും അത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാൻ പാടില്ല. വരുന്ന മൂന്നാം തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിക്കൊണ്ടുള്ള ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോ അതിന് നമ്മുടെ കൂടെ കയ്യൊപ്പുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ദീപുരാഘവനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷനും അദ്ദേഹം പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റുമായിട്ടുള്ള സുരേഷ് കുമാർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുത്തേടം പഞ്ചായത്തിന്റെ പ്രഭാരിയും എടക്കര മണ്ഡലം സെക്രട്ടറിയുമായിട്ടുള്ള ബിജുവേട്ടൻ, മലപ്പുറം ജില്ലാ കർഷക മോർച്ച വൈസ് പ്രസിഡന്റായിട്ടുള്ള ഭാസ്കരേട്ടൻ, മുത്തേടം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനിൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള ഇന്ദ്രജിത്ത് ലാൽ, കൃഷ്ണേട്ടൻ, സെക്രട്ടറിമാരായിട്ടുള്ള പപ്പേട്ടൻ, വർഗീസേട്ടൻ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമുക്കറിയാം, കാലങ്ങളായി കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യ രാജ്യത്ത് ഒട്ടനവധി പദ്ധതികൾ അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നെങ്കിലും അവർ രാജ്യത്തെ മുച്ചൂടും ഉടുപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മളുടെ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് അമ്മമാർ വിറകൂടി അടുപ്പ് കത്തിക്കുന്നതും വീട്ടിൽ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നതും കണ്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും വളർന്നു വന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ കയറിയ അന്ന് മുതൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ളത്. സാധാരണ അമ്മമാർ വിറകൂതി അടുപ്പൂതി വിറക് കത്തിച്ച് അർബുദബാധിതരായി തീരുന്ന ഗ്രാമവാസികളെയാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പനാളുകളിൽ പരിചയപ്പെട്ടിട്ടുള്ളത്. അതിനൊരു അറുതി വരുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുക, പാവപ്പെട്ട ആളുകൾക്കും സമ്പത്തില്ലാത്ത ആളുകൾക്കും എല്ലാവരുടെ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിക്കുക എന്നൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ അനുവദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കുടിവെള്ളം ഇതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പല സ്ഥലങ്ങളിലും 5-6 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ കുടിവെള്ളം കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി അദ്ദേഹം ഒരു ജൽജീവൻ മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിക്കുകയും ആ പദ്ധതി ജനങ്ങളിൽ എത്തിക്കുകയും 2024 മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യയിൽ മുഴുവൻ വീടുകളിലും ജലനിധിയുടെ ജൽജീവൻ മിഷന്റെ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ മാത്രം ഇതുവരെയും പദ്ധതി പകുതി പോലും പ്രയോജനക്കാർക്ക് എത്തുന്ന രീതിയിൽ എത്തിച്ചിട്ടില്ല. ഇതുപോലെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ ഒന്നുകിൽ മുഖം തിരിഞ്ഞു നിൽക്കുകയോ അല്ലെങ്കിൽ അത് മറ്റു പേരിൽ ഇവിടെ നടപ്പിലാക്കുകയോ ആണ് കാലാകാലങ്ങളായി നമ്മുടെ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഉദ്യോഗസ്ഥർ വീട്ടിൽ നിന്ന് വെള്ളമെത്തിക്കുന്നതിൽ നിന്ന് മോചിതമാകുന്നതിന് വേണ്ടി ഗ്യാസ് കണക്ഷൻ മാത്രമല്ല, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും വളരെ കൂടുതൽ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ അധ്യക്ഷതയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് മുദ്ര യോജന, അതുപോലെ തന്നെ PMEGPY, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള സുകന്യ സമൃദ്ധി യോജന, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് ജനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷനും ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവർക്ക് പദ്ധതികൾ കൊണ്ടുള്ള പ്രയോജനം നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടാതിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണത്തെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ അയച്ചുവിടുന്നത്. നമുക്കറിയാം, കിസാൻ സമ്മാൻ നിധിയായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ 2500ഓളം വീടുകൾ കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റ് 5 സെന്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റ് വീടും ഉള്ള ആർക്ക് വേണമെങ്കിലും കിസാൻ സമ്മാൻ നിധി വാങ്ങിക്കാവുന്നതാണ്. അതിനുവേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ കൃഷിഭവനിലും ഭക്ഷ്യ സംഘങ്ങളിലും എല്ലാം ഉണ്ട്. എങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം കാരണം പല ആളുകളും കിസാൻ സമ്മാൻ നിധി രജിസ്റ്റർ ചെയ്യുകയോ അത് വാങ്ങിയെടുക്കുകയോ ചെയ്യാൻ മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ഭവനം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണ്. എല്ലാ ആളുകൾക്കും വീട്, PMAY എന്നൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ 565 വീടുകൾ ആളുകൾക്ക് വേണ്ടിയിട്ട് PMEGPY പദ്ധതി നോട്ടിഫിക്കേഷൻ വരികയും എന്നാൽ ഇതുവരെ 4-5 വീടുകൾ മാത്രമാണ് PMAY പദ്ധതി പ്രകാരം ഇവിടെ കൊടുത്തിട്ടുള്ളത്. കേരള സർക്കാരാണെങ്കിൽ ആ പദ്ധതിയുടെ ഫണ്ടുകൾ ലൈഫ് പദ്ധതി എന്ന പേരിൽ ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. അങ്ങനെ കേന്ദ്രത്തിന്റെ പദ്ധതികൾ എന്തൊക്കെയുണ്ടോ അതിന്റെ എല്ലാം പേരുകൾ മാറ്റിവെച്ച് കേരളത്തിൽ നടപ്പാക്കുകയോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പേരുകൾ മാറ്റിവെക്കാൻ സാധിക്കാത്ത പദ്ധതികളുടെ ഇവിടെ ദുഷ്പ്രചരണങ്ങൾ അയച്ചുവിട്ട് ആ പദ്ധതിയിൽ ആളുകൾ എത്തിപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം കടന്നു പോകുന്നത്. നമുക്കറിയാം, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്കാണ് ഒരു ഓവർബ്രിഡ്ജ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അങ്ങനെ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയം ഉറക്കവും കൂടുതൽ സമയം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. ഈ പ്രധാനമന്ത്രി ഇനിയും വരുന്ന ഇലക്ഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആയിരിക്കും എന്നുള്ളതിൽ നമുക്കാർക്കും യാതൊരു സംശയവുമില്ല. ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യക്ക് ഇനിയും ഉണ്ടാവുന്ന കുതിച്ചുചാട്ടവും GDP വർധനവും ഒക്കെ നമുക്കും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്കും അനുഭവിക്കാനും കേരളത്തിൽ നിന്ന് നമ്മൾ ജയിപ്പിച്ചു വിടുന്ന 20 പേർ മറ്റ് ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ട് അതിലെ കറങ്ങി നടക്കാനുള്ള അവസരം ഉണ്ടാക്കാതെ BJPയുടെ പ്രതിനിധികളെ ജയിപ്പിച്ചു വിടുകയും അത് നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയുമുള്ള വികസന പ്രവർത്തനങ്ങളിൽ അംഗങ്ങളാവുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഓരോ സംവിധാന അവകാശവും BJPയിൽ തന്നെ ആയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇതിലൂടെ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ളത് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ
ഓരോ കുടുംബത്തിലും കിട്ടും എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ അതിന് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പ്രകാരം അത് നമുക്ക് ഗ്യാസ് ഏജൻസി അനുവദിച്ചു തരികയും ചെയ്തു. ഇത് കരുത്താൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ നമ്മളുടെ ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള MCPU മാസ്റ്റർ, അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറി ദീപു, നമ്മളുടെ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ സുരേഷ് കൃഷ്ണനും ഓപ്പറേറ്റർ എത്തിച്ചേർന്നിട്ടുള്ള മത വ്യക്തിത്വങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യം ഇന്ന് കൈപ്പറ്റാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ ഭരണത്തിൻ കാലത്താണ് ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ ഇത് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മളിത് അറിയാനും നമുക്കിത് കിട്ടാനുള്ള അവസരം വരുന്നത് ഇന്നാണ്. അതിൻ്റെ കാരണം നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമ്മളെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിടുന്ന പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ആൾ നമ്മളുടെ പണിക്കാരാണ്. നമുക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ചുമതലയിലേക്ക് കയറ്റി വിട്ടിട്ടുള്ളത്. പഞ്ചായത്ത് ഓഫീസിലാണെങ്കിൽ അതിൻ്റെ മേൽഘടകത്തിലേക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് മേൽഘടകത്തിൽ അറിയിക്കാനും, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരാണെങ്കിലും സ്റ്റേറ്റ് സർക്കാരിൻ്റെയും സെൻട്രൽ സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് നമുക്ക് അനുകൂലമായി വരുന്ന പദ്ധതികളെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളായിട്ട് തിരഞ്ഞെടുത്ത ആൾക്കാരാണ് നമ്മുടെ മെമ്പർമാർ. അവരാണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് പറയേണ്ടത് ഇന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിപ്പോൾ കിട്ടും, അതിന് അപേക്ഷ കൊടുക്കണം. അവർ സേവനങ്ങൾ ചെയ്യാറുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി സമ്മാൻ നിധി പ്രഖ്യാപിച്ച സമയത്ത് വരെ നിങ്ങൾ അതിന് അപേക്ഷ കൊടുക്കുക, പൈസ വാങ്ങിയെടുക്കും ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ വീട് വെക്കാൻ പറ്റില്ല, ഭൂമി നമുക്ക് പിന്നെ നെല്ലുണ്ടാക്കാനൊന്നും പറ്റില്ല, ആകെ പ്രശ്നമാകും, അങ്ങനെയാകും ഇങ്ങനെയാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് പ്രധാനമന്ത്രി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? നമ്മളിവിടെ ഇരിക്കുന്നതിന് കുറേ ആളുകൾക്ക് നമുക്കറിയാം, നമ്മളുടെ റേഷൻ കാർഡ് BPL കാർഡാണ്. ആ BPL കാർഡ് വെച്ചിട്ട് നമ്മൾ അരി വാങ്ങിക്കാൻ പോകുന്നുണ്ട്. ഈ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് ഒരു വ്യക്തിക്ക് 5 കിലോ ധാന്യങ്ങൾ വെച്ച് ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടും. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പദ്ധതിയാണത്. ആ പദ്ധതി നമുക്കാർക്കും ആര് തരുന്നു എന്ന് പോലും ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള, നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുർ. 5 ലക്ഷം രൂപയുടെ ഇൻഷുർ കാർഡിനെ കുറിച്ച് ഇപ്പോഴും പലരും കാണുമ്പോൾ ചോദിക്കാറ്, നമുക്ക് ആ ഇൻഷുർ കാർഡ് കിട്ടിയിട്ടില്ല, അതിനെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പുറത്ത് PMJAY എന്നൊരു സീലുണ്ട്. ആ സീലാണ് നമ്മൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറിനുള്ള ഏക മാർഗം. നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണോ അഡ്മിറ്റ് ആകുന്നത്, ആ സമയത്ത് അവിടുത്തെ കമ്പ്യൂട്ടറിൽ നമ്മളെ ഇൻഷുർ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ചാൽ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ പറയുമ്പോൾ ഇപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരാളിവിടെ വന്നിട്ട് നമുക്ക് സോളാർ കണക്ഷന്റെ കാര്യം പറഞ്ഞു. സോളാർ കണക്ഷന്റെ കാര്യം പറഞ്ഞിവിടെ ഈ ഒരു പരിപാടി ഇവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളതിന്റെ കാര്യം ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഇവർക്ക് ചെയ്യാം, ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നരേന്ദ്രമോദി സർക്കാർ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഹിന്ദുവിനെന്നോ BJP-കാരനെന്നോ അവർക്ക് കൊടുക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് നോക്കാൻ ഇവിടെ ആട് കൊടുക്കുമ്പോൾ, കോഴി കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റെ CPM-ന്റെ ഭരണകാലത്ത് നമുക്കറിയാം എന്തൊക്കെ ഏതെല്ലാം തരങ്ങളിലുള്ള എത്തിയിട്ടുണ്ട്, കൈകളിൽ എത്തിയിട്ടുണ്ടെന്ന്. ഇപ്പോഴും നമ്മുടെ നാട്ടില് ഇപ്പൊ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുന്നത് നമുക്കറിയാം, പഞ്ചായത്ത് കൊണ്ട് ഭരണപക്ഷമോ പ്രതിപക്ഷമല്ല, ഏകപക്ഷമാണ്, ഒരേ പക്ഷ. കാരണം ഒരേ പക്ഷത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്നത്. ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും അറിയാം, ആ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം എന്താണ് അവരുടെ ഉദ്ദേശം. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്താൻ ഇന്ന് നമ്മുടെ BJP-യുടെ നേതൃത്വത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ആധികാരികമായി നിൽക്കുന്ന ആൾക്കാർ, നമ്മളുടെ പഞ്ചായത്തിന്റെ വാർഡ് മെമ്പർ, ബ്ലോക്ക് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, അവർക്കൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചു തരാനും ഈ അനുകൂലം വാങ്ങി തരാനുള്ള വലിയ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മളെ അതിലേക്ക് ആ വിവരം അറിയിക്കാതെ നമ്മളെ അകറ്റി നിർത്തിയിട്ടുള്ള ഇവരെയൊക്കെ ഇനി വരാനിരിക്കുന്ന ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് രീതിയിൽ നമ്മൾ സമീപിക്കണം, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളൊന്ന് ഗഹനമായി ചിന്തിച്ചാൽ നന്നായിരിക്കും. നമ്മൾ പറയുമല്ലോ, നിങ്ങളുടെ ഇനിയിപ്പോൾ വരാൻ പോവുകയാണ്, നമ്മുടെ BJP-യിലാണ് എല്ലാ ആൾക്കാരുടെയും വാഹനങ്ങൾ ചില പ്രചരണത്തിന് വരുമ്പോൾ പറയും, നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം, നിങ്ങളുടെ വിലയേറിയ മനസാക്ഷിയുടെ അംഗീകാരം. അപ്പോൾ നമ്മളുടെ ആ മനസാക്ഷിയുടെ അംഗീകാരം നമ്മളുടെ ഈ ചൂണ്ടുവരുന്ന ഒരു മഷിയായി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വില നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മളുടെ ഇതിന് മുമ്പ് ഒരു വാഹനം വരികയുണ്ടായി. മൂത്തളം പഞ്ചായത്തിൽ തന്നെ നമ്മളുടെ
ഗ്രാമീണ ബാങ്കിന്റെ മുമ്പിലാണ് വാഹനം നിന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികള് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാര്, ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാര്, ഗ്യാസ് കണക്ഷനിലെ ഉദ്യോഗസ്ഥന്മാര്, ഇങ്ങനെ തുടങ്ങിയുള്ള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരൊക്കെ കൂടിയാണ് പരിപാടി നടത്തിയത്. BJP നടത്തിയ പരിപാടിയല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് ആ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളായിരുന്നു അവരോട് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ആ വെച്ച സമയത്തും നമ്മളുടെ മൂത്തേടം പഞ്ചായത്തിലെ 15 വാർഡിലുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ആൾക്കാരെ പഞ്ചായത്തിലെ ആൾക്കാരെ അറിയിക്കുകയും ആ ആൾക്കാരെ മൊത്തം ആ വേദിയിലേക്ക് വിളിക്കുകയും ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ബാങ്കുകാർ ഇത് ചെയ്തില്ല, പഞ്ചായത്തിന്റെ ആൾക്കാർ ആരും ഇത് ചെയ്തില്ല എന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവിടേക്ക് എവിടേക്ക് പോകണം നമുക്കറിയില്ല. നമ്മുടെ പദ്ധതിയുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ആ സജ്ജീകരണത്തിന് ഭൂമി വാങ്ങാനും ടോയ്ലറ്റ് ഉണ്ടാക്കാനും അതിനുള്ള സൗകര്യത്തിന് നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ അത് കിട്ടും. പഞ്ചായത്ത് ആവശ്യപ്പെടുന്നു, അത് ബ്ലോക്കിലേക്ക് എത്തുന്നു, ബ്ലോക്ക് ജില്ലയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ നമുക്കത് സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകി തരുമ്പോൾ ആ ഫണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ നമ്മൾ ഇവിടുത്തെ MLA-യും അതേപോലെ തന്നെ നമുക്കൊരു MP ഉണ്ട്. നമ്മളെല്ലാവരും അറിയണം, നമുക്കൊരു MP സത്യത്തിന് ഉണ്ട്. അത് ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു MP നമുക്കുണ്ട്. എത്ര കോടി രൂപയാണ് അയാൾക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്? ആ അനുവദിച്ച് കിട്ടിയതിൽ എത്ര തുകയാണ് ചെലവഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പക്ഷം കൊണ്ട് പറയുന്നതായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾക്കറിയാം. യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓരോ വ്യക്തിയും ചെലവാക്കിയിട്ടുള്ള പൈസ, കാരണം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വേണ്ടി നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് തന്നിട്ടുള്ള പൈസയാണ്. നമ്മുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള കോൺക്രീറ്റ് 4 വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കും ഇതുപോലുള്ള കോൺക്രീറ്റ് റോഡ് ചെയ്തു കൊടുക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റാണ് ഫണ്ട് വെക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ BJP-യുടെ ആൾക്കാരോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ബോർഡ് വെക്കാറില്ല. ഇവര് ബോർഡ് ഫ്ലക്സ് അടിക്കുന്ന പരിപാടികൾ മാത്രമാണ് മെയിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം വളരെ കുറഞ്ഞതാണ്. നമ്മൾ വരാനിരിക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി എവിടെ സമീപിക്കണമെന്ന് പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെയുള്ള ഇവിടെ ഈ സോളാർ കണക്ഷന്റെ കാര്യത്തിന് ആർക്കെങ്കിലും അപേക്ഷ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അപേക്ഷ കൊടുക്കണമെന്നാണ് അതിനുള്ള അവസരങ്ങളുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എടുക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ചോദിക്കട്ടോ കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗ്യാസ് കണക്ഷൻ സൗജന്യമാക്കി കൊടുക്കുന്ന അമ്മമാരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം മൂത്തേടം പഞ്ചായത്തിൽ രണ്ടാമതായി കാരപ്പുറത്ത് നമ്മൾ ഗ്യാസ് കണക്ഷൻ സൗജന്യമായി കൊടുക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മളോട് നല്ലപോലെ ക്ലാസ് എടുക്കാൻ വന്ന നമ്മളെ ഗ്യാസിൻ്റെ ഏജൻസികളുണ്ട്. അവർ നല്ലൊരു ക്ലാസ് കേൾക്കുകയാണ്. ഈ ഇതിൽ ഏറ്റവും മഹത്വമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകൾക്കും അറിയാത്ത കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അത് വളരെ ഗഹനമായി കേട്ടിട്ട് അതിനനുസൃതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് കൂടിയാണ് എനിക്ക് വിനീതമായ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പരിപാടി ഇതിൽ പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന എല്ലാ അമ്മമാർക്കും അതുപോലെ തന്നെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിക്കും BJP സർക്കാരിനും കാരപ്പുറത്തുള്ള എല്ലാവർക്കും എൻ്റെ വിശേഷമായ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. ജയ് ഹിന്ദ്. ഈ പരിപാടിക്കുള്ള ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പാർട്ടിയുടെ പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം,
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളാരമുണ്ടയിൽ വെച്ച് 5 കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ പ്രവർത്തകർ എൻ്റെ മകളും അതിലൊരു ഗുണഭോക്തായിരുന്നു. എനിക്കും കിട്ടി, ഗ്യാസും മകൾക്ക് വേണ്ടിയിട്ട് കിട്ടി. അതുപോലെ രണ്ടാമതിപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് കാരപ്പുറത്ത് 10 പേർക്ക് നമ്മൾ സൗജന്യമായ ഗ്യാസ് കണക്ഷൻ കൊടുക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ പദ്ധതി ആവേശിച്ചതാണ്. പക്ഷേ ഇത് ജനങ്ങൾക്ക് എത്തുന്നില്ല, ജനങ്ങൾ അറിയുന്നുണ്ട്. ജനങ്ങളോട് പറയാൻ മടിയാണ് എല്ലാവർക്കും. ഇങ്ങനെ ഈ ഒരു സൗജന്യ പദ്ധതി തുടങ്ങിയിട്ട് വർഷങ്ങളായി, ആരും ഇതുവരെ അറിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഞാൻ താമസിക്കുന്ന ഭാഗങ്ങളിലൊക്കെ കിസാൻ സമ്മാൻ നിധിയുടെ പദ്ധതി പറ്റി ഞാൻ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് ആ പൈസ വേണ്ട, ഞങ്ങൾ ആ വീട് പോകും, ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, ജനങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നിർബന്ധിച്ച് കുറേ ആൾക്കാരെ ഞാൻ കിസാൻ സമ്മാൻ നിധിയിൽ ചേർക്കുകയുണ്ടായി, നിർബന്ധിച്ച് ചേർത്താണ്. അതിന് പാമ്പന്മാരാണ് ചെന്ന് ഞാൻ പറയുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വീട് വെക്കാൻ കഴിയില്ല, കല്യാണ സമയങ്ങളൊക്കെ വരുമ്പോൾ വീട് വെക്കണം, ഇല്ല ഇവിടുന്ന് ഈ സ്ഥലം മോദി കൊണ്ടുപോകും. ഇനി 5 സെന്റ് പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത സ്ഥലമാണ് കോളനി, കുറ്റിപ്പാറ കോളനി. അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഞങ്ങൾ സ്ഥലം മോദി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങും എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അതിൻ്റെ പേപ്പർ വർക്കെല്ലാം ചെയ്ത് അവരെ കൊണ്ടുവന്ന് ഇവിടെ ഈ അക്ഷയയിൽ അത് രജിസ്റ്റർ ചെയ്ത് ഞാൻ ചെയ്യേണ്ടായി. അപ്പോൾ അത്രയധികം ജനദ്രോഹ നടപടികളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എത്തേണ്ടതായ ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ട, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എത്തുന്നില്ല. അത് പറയാൻ ഇവർ മടിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം നടക്കുന്നത്. എന്നിരുന്നാലും ഇതിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും ഇതിൻ്റെ ഗുണഭോക്താകാൻ കഴിഞ്ഞ അവർക്കും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി. അടുത്തായിട്ട് നമ്മുടെ ഗ്യാസ് ഉപയോഗത്തെക്കുറിച്ചും ഗ്യാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടി നിലമ്പൂർ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയുടെ മാനേജർ ശ്രീ രാജൻ തോമസ് അവർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ക്ഷണിക്കുക. എനിക്ക് എല്ലാവരുടെയും പേര് ശരിക്കറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ഒറ്റവാക്കി പിന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിൻ്റെ അവസരം ഒരുക്കിത്ത മക്കൾ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഉജ്ജ്വല യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറയുന്ന ഒരു സ്കീം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പുകയില്ലാത്ത രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പുക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ക്യാൻസറസ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കണ്ടീഷനാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ട് പുകയില്ലാത്ത രാജ്യം എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി പ്രത്യേകിച്ച് സ്ത്രീ ശാസ്ത്രീകരണം എന്നതിനെക്കുറിച്ച് അതിനുവേണ്ടി കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും ശരിയ ശുദ്ധമായിട്ടുള്ള ഇന്ധനം കത്തിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ആഹാരം പാകം ചെയ്യാനുള്ള ഒരു സോഴ്സായിട്ടാണ് ഇതിലേക്കാണ്. അതുകൊണ്ടാണ് 2016 ഈ പറയുന്ന ഉജ്ജ്വല യോജന എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ട്. കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെൻറ്റിൻ്റെ മാറി ഒരുപാട് സ്കീമുകൾ ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ഓരോ ഗവൺമെൻറ്റുകളും പല സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അത് നമ്മളുടെ ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതായത് ജനപ്രതിനിധികളാണ്. ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മൾ ഒരു ഫംഗ്ഷനോടെ നടത്തിയിരുന്നു വെള്ളാറുള്ളത്. ഇത് രണ്ടാമത്തെ ഫംഗ്ഷനാണ് നടത്തിയത്. ഞങ്ങൾ ഏകദേശം ഒരു 3000-ലധികം കണക്ഷൻസ് ഇപ്പോൾ നിലമ്പൂർ ഏരിയയിൽ ഈ പറയുന്ന PMUY എന്ന് പറയുന്ന സ്കീമിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ എടുക്കുന്ന ഇപ്പോൾ ഈ ഇവിടെ ഗ്യാസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഈ കാര്യങ്ങളുണ്ട്. ഇതിൽ ഗ്യാസുള്ള ആൾക്കാർ ഇല്ലേ? ഗ്യാസുള്ള ആൾക്കാർ ശരിക്കും നമുക്ക് ഈ ഗ്യാസിനെ കുറിച്ച്
എന്നാൽ ഗ്യാസാണോ അതോ അടുപ്പം വിറകാണോ ഏറ്റവും നല്ല ഉപയോഗിക്കാൻ നല്ല സോഴ്സ് എന്ന് പറയുന്നത്? വിറകാണോ അതോ ഗ്യാസാണോ? ഏതാണ്? എന്തുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഒരു പക്ഷേ നമുക്ക് അതിന് കൊടുക്കേണ്ട ഡെപ്പോസിറ്റ്, ഒരു ഗ്യാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഉണ്ട്, അറിയാമോ? അതായത് ഇപ്പം ഇവിടെ ഗ്യാസ് വാങ്ങാൻ വന്നിട്ടുള്ള ആൾക്കാരല്ലാതെ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ശരിക്കും നമുക്ക് ഗ്യാസിനെ പറ്റി എന്താ അറിയില്ല. ഗ്യാസ് എടുക്കാൻ വരുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ പേപ്പറുകൾ വേണം? അതാണ് നമ്പർ 1. അതിനകത്ത് ആധാർ വേണം, പിന്നെ ബാങ്ക് പാസ്ബുക്ക് വേണം, ഓട്ടോ വേണം. ഈ 3 കാര്യങ്ങളാണ് പണ്ട് കാലത്ത് നമുക്ക് ഒരു റേഷൻ കാർഡിൽ ഒരു കണക്ഷനാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റേഷൻ കാർഡ് ആധാർ കാർഡുള്ള 18 വയസ്സ് പൂർത്തീകരിച്ച ആർക്കും ഗ്യാസ് കണക്ഷൻ കിട്ടും. അപ്പം നമുക്ക് അതിന് വേണ്ട സാധാരണ രീതിയിൽ വേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു ആധാറിന്റെ കോപ്പി വേണം, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി വേണം, 2 ഫോട്ടോ വേണം. ഇതാണ് ഒരു ജനറൽ കണക്ഷൻ നമുക്ക് ആവശ്യമുള്ളത്. ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന് കൂടെ കുറച്ച് പൈസ കൊടുക്കും. എന്തിനൊക്കെയാണ് ഈ പൈസ? എത്ര പേർക്കറിയാം? ഇപ്പൊ കണക്ഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര പേർക്കറിയാം എന്തിനു വേണ്ടിയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്? എന്തൊക്കെയാണ് അതിനകത്ത് കൊടുക്കുന്നത്? പലതരത്തിലുള്ള പൈസ കൊടുക്കുന്നത് ഒന്നിച്ച് നമ്മൾ കൊടുക്കും. 4215 രൂപയാണ് ഒരു സിലിണ്ടർ മാത്രം. ഇങ്ങനെ സ്റ്റൗ ഇല്ലാത്ത ഒരു സിലിണ്ടർ മാത്രം കണക്ഷൻ കിട്ടാൻ സാധാരണ നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് 4215 രൂപയാണ്. എത്ര പേർക്കറിയാം ഇത് എന്തിനൊക്കെ വേണ്ടിയാണ് കൊടുക്കുന്നത്? പല കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട്, ഇല്ലേ? ഒരു സിലിണ്ടർ കിട്ടാറുണ്ട്, അതിനകത്ത് ഗ്യാസ് കിട്ടാറുണ്ട്, ഒരു ട്യൂബ് കിട്ടാറുണ്ട്, ഒരു ലൈറ്റർ കിട്ടുന്നുണ്ട്, ഒരു റെഗുലേറ്റർ കിട്ടുന്നുണ്ട്, ഒരു ട്യൂബ് കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഇത് മൊത്തം നമ്മളവിടെ കൊടുക്കുന്നു. ഒരു ബുക്ക് നമുക്ക് കിട്ടുന്നു, അതിനോട് ഒരു പേപ്പറും കിട്ടും. ഇതാണ് നമുക്ക് ഒരു ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഡോക്യുമെന്റും പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളാണ് ആണല്ലോ. ഇത് എന്താണ് നമ്മൾ ഇതിനകത്ത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് തുകയാണ്, അറിയാമോ? എത്ര പേർക്കറിയാം? ആണോ? ആരും കിട്ടണമെന്ന് പറയുന്നത് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കണക്ഷന് വേണ്ടി ഓടിച്ചിട്ട് നമുക്ക് കുറേ പൈസ കൊടുക്കുന്നു, അവർ കുറേ സാധനം തരുന്നു, നമ്മൾ അതിനോട് നേരെ പിടിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് 2200 രൂപയാണ് ഒരു സാധാരണ സിലിണ്ടർ വേദന ഞാൻ പറയാം. സാധാരണ നമുക്ക് കിട്ടുന്ന അവിടെ ആ മുമ്പിലിരിക്കുന്ന ഇരുമ്പ് സിലിണ്ടറിന് 2200 രൂപ ഡെപ്പോസിറ്റ്, 250 രൂപ റെഗുലേറ്റർ എന്ന് പറയുന്നതിന് മുകളിലിരിക്കുന്ന ഈ സാധനം. ഇതാണ് റെഗുലേറ്റർ. ഇതിന് 250 രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ടോട്ടൽ 2450. ഇപ്പോഴത്തെയാണ്, ഇപ്പോൾ കറണ്ട് ഇയറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2450 രൂപ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്. ഈ 2450 രൂപ ഡെപ്പോസിറ്റ് നമുക്ക് നമ്മുടെ ഡെപ്പോസിറ്റ് നമ്മുടെ ബാങ്കിൽ ഇട്ടേക്കുന്ന അതിന് ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റർ ടൂലെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോൾ നമ്മൾ ഈ പറയുന്ന സിലിണ്ടറും ഈ റെഗുലേറ്ററും തിരിച്ച് അവിടെ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഈ 2450 രൂപ നമ്മൾ തിരിച്ചു കിട്ടും. അറിയാമോ? ഇപ്പൊ അറിയാലോ, ഇതുവരെ അതിനെ 2450 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രോപ്പർട്ടി ഈ പറയുന്ന സിലിണ്ടറും ഈ 2 സാധനവും ശരിക്കും പറഞ്ഞാൽ IOC ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ വകയാണ്. അവർ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കുറെ കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഈ 2 പ്രോപ്പർട്ടി അവരുടേതാണ്. നമുക്കതിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അതിൽ പെയിന്റ് വരയ്ക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിച്ചു വെക്കാനോ ഒന്നും. കാരണം അവരുടെ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കും. അത്രയും മനസ്സിലായാലും ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. പല ആൾക്കാർക്കും അറിയില്ല പൈസ ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ പൈസ അടച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് നമ്മളെ മുതലാണെന്നുള്ള ധാരണയില്ല. അങ്ങനെയല്ല. ഇനി ഒരു വ്യക്തി എടുക്കുന്നു, ആ വ്യക്തി ഇതെടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു വിചാരിക്കും. എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്ഫറുകൾ അനന്തരാവകാശം ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഒരു വ്യക്തി എടുക്കുന്നു, അദ്ദേഹം മരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് 3-4 മക്കളുണ്ടെങ്കിൽ ഈ 4 കാരണം അദ്ദേഹം ഒരു അസറ്റാണ് ഇല്ലേ, ഒരു തുകയാണ് ബാക്കി. അപ്പൊ 4 മക്കൾ 4 പേർക്കൂടെ നമുക്ക് ജീവിച്ചു കൊടുക്കാൻ കഴിയില്ല. 4 പേർക്ക് ജീവിച്ചു കൊടുക്കാൻ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആരുടെ പേരിലേക്കാണോ ഇത് മാറ്റാൻ ഈ പറയുന്ന ബാക്കിയുള്ള ഭാര്യയും 4 മക്കളാണെങ്കിൽ ഈ 5 പേരും കൂടെ തീരുമാനിക്കുകയാണ് ഇത് അമ്മയുടെ പേരിലാണ് കൊടുക്കുന്നത്. അമ്മയുടെ പേരിലേക്കാണെങ്കിൽ നേരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ
മക്കളുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 3 വ്യക്തികളിനകത്ത് അവർ സമ്മതം പറയണം. ഞങ്ങൾക്ക് ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരനായ ഈ വ്യക്തിക്ക് ഇത് കൊടുക്കുന്നതിൽ ഞങ്ങൾക്കൊരു വിസമ്മതവുമില്ല, ഞങ്ങൾ സമ്മതമാണ് എന്നുള്ള ഫോമിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നടക്കുകയുള്ളൂ. ഈ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാത്തൊരു കാര്യം. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു കണക്ഷനുള്ള ഒരാൾ 3 മേജർ കമ്പനി 3 കമ്പനികളാണ് ഇന്ത്യയിൽ ഗ്യാസ് കണക്ഷൻ ഗവൺമെന്റ് സ്ഥാപനം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഉണ്ട്, ഭാരത് പെട്രോളിയം ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട്, HP, BPC, IOC. ഈ 3 ഓയിൽ കമ്പനികളാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. ഈ 3 ഏതെങ്കിലും ഈ പറയുന്ന ഒരു കമ്പനിയുടെ കണക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ BPCയുടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ IOCയുടെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു കാരണവശാലും വേറൊരു കണക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കണക്ഷനുള്ള വ്യക്തിക്ക് ഇന്ത്യയിൽ വേറൊരു കണക്ഷൻ കിട്ടില്ല. എല്ലാം ആധാർ ലിങ്ക്. ഇനി നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് മാറും, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിലേക്ക് മാറ്റി നമുക്കിത് കൊണ്ടുപോകാം. ഈ പറയുന്ന കാലി സിലിണ്ടറും റെഗുലേറ്ററും ഞാൻ പറഞ്ഞു, ഇത് രണ്ടും ആ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അത് ഏജൻസി കൊണ്ടുപോയി സറണ്ടർ ചെയ്ത് ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾ പോകേണ്ടത് ആ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അവിടുന്ന് പേപ്പർ അടിക്കും. നിങ്ങളുടെ ഡെപ്പോസിറ്റുള്ള തുക കേരളത്തിലല്ലാതെ പുറത്താണെങ്കിൽ ഡെപ്പോസിറ്റുള്ള തുക അപ്പോൾ തന്നെ നിങ്ങൾ തിരിയത് എത്രയായിരുന്നു. സപ്പോസ് ഒരു വർഷങ്ങൾക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പാണെങ്കിൽ ഇതിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 60 രൂപയുള്ളൂ. ആ ഡെപ്പോസിറ്റ് 60 രൂപ നിങ്ങൾക്ക് തിരിയത്. ഈ 60 രൂപ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറണ്ട് ബില്ല് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി അതേ ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ഈ കണക്ഷൻ അവിടെ കിട്ടും. അല്ലാതെ ഇപ്പോഴത്തെ എമൗണ്ട് കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പണ്ട് നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് തുക കൊടുത്തിരുന്നത് അതേ തുകയ്ക്ക് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഏത് സംസ്ഥാനങ്ങളിലേക്കും ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാം. ഡോക്യുമെന്റേഷനിലെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി, ആർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും? ഇപ്പം എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ റേഷൻ കാർഡിലെ എൻ്റെ പിതാവിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് മാറ്റാൻ നമുക്ക് വേറൊരാളിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. ഒരു തേർഡ് പാർട്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റാൻ ഒറ്റ കണ്ടീഷനുള്ളൂ. ആ വ്യക്തി ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു 10-15 വർഷം മുമ്പ് എടുത്തിരുന്നൊരു കണക്ഷനാണ്. അതിനകത്തുണ്ടായിരുന്ന ഡെപ്പോസിറ്റ് തുക എന്ന് പറയുന്നത് 960 രൂപയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഡെപ്പോസിറ്റ് തുക എന്ന് പറയുന്നത് 2490 രൂപയാണെങ്കിൽ ആ ഡിഫറൻസ് തുക നമ്മളോടാണ്. മനസ്സിലായോ? അതായത് എൻ്റെ ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേറൊരു വ്യക്തിയുടെ പേരിലേക്ക് ഒരു കണക്ഷനും ഇല്ല, ആ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ പേരിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഇപ്പോഴത്തെ ഡെപ്പോസിറ്റ് 2450 രൂപയാണ്. അന്ന് 900 രൂപയാണ് എങ്കിൽ ആ ഡിഫറൻസ് 2450 പോകുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പുണ്ട്. ആ തുക നമ്മൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആരുടെ പേരിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കും. അപ്പോൾ അവരുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 2450 രൂപയായിട്ട് മാറും. ഇത്രയാണ് ഡോക്യുമെന്റേഷനെ കുറിച്ച് പറയുന്നത്. സംശയം എന്തെങ്കിലും ചോദിക്കും. ഇനി നമ്മൾ ഗ്യാസ് ഉപയോഗിക്കും. ഗ്യാസ് ആണോ വേറാണോ? അത് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? അതുകൊണ്ടാണ് അവർ പുതിയ കണക്ഷൻ. ഗ്യാസ് ആണോ വേറാണോ? ഏതാണ് ഗ്യാസ്? ഈ നിങ്ങളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. നിങ്ങളെ കരിമുരയുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഒരു ഹൈജീനിക് ആയിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പറയുന്ന ഗ്യാസ് കണക്ഷൻ പ്രധാനമന്ത്രി ലോകത്തിൽ ഇന്ത്യയിൽ 11 കോടിയിലധികം ആൾക്കാർക്ക് കൊടുക്കുന്നു. 11 കോടിയിലധികം ആൾക്കാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുക്കും. ഇതുവരെ ഇത് ഈ 2021 വരെ ഉണ്ടായിരുന്ന കണക്ഷൻസ് ഒക്കെ പറയുന്നത് അതിനകത്ത് 2000 രൂപയോളം ലോൺ എമൗണ്ടായിട്ട് ഡെപ്പോസിറ്റ് ഫ്രീയായിരുന്നു. സ്റ്റൗവിന് 990 രൂപയും ഗ്യാസിൻ്റെ വിലയും അവർ അടക്കണമായിരുന്നു. അത് ഓരോ തവണയും നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് 300 രൂപ, ഇപ്പം 300 രൂപയാണ് സബ്സിഡി ഉള്ളത്. ആ
ആ സബ്സിഡി അതിലേക്ക് വരവ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നീടായിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 100% ഫ്രീ ആണ്. എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് 1 രൂപ പോലും കൊടുക്കാതെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിന്റെ ഡെപ്പോസിറ്റ് 2200 രൂപ, ഈ പറയുന്ന റെഗുലേറ്റർ ഫ്രീ, ട്യൂബ് ഫ്രീ, സ്റ്റൗ ഫ്രീ, ബുക്കിനൊക്കെ വിലയാണ്. ബുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് 1 രൂപ പോലും പറയാം. ഇങ്ങനെയുള്ള ലൈറ്റർ കത്തിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കും. അത് ഗവൺമെന്റ് തരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ശരിക്കും മനസ്സിലാക്കാം. കുറെ കഴിയുന്ന പഴയ ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞാൽ സബ്സിഡി വരുന്നില്ലല്ലോ. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ സബ്സിഡി ഉണ്ട്. PME കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്ക് സബ്സിഡി ഉണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് 300 രൂപയാണ് നമുക്കുള്ള സബ്സിഡി എന്ന് പറയുന്നത്. 300 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എവിടെയാണ് ഏതാണെന്നുള്ള പിന്നെ ആധാരമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്, അവിടേക്ക് ആ പൈസ വരുന്നത്. ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാറ്. ഇനി ഗ്യാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യണം. ബുക്കിംഗ് നമ്പർ എന്ന് പറയുന്നുണ്ടല്ലേ, 845449, പിന്നെ 5 പ്രാവശ്യം 5 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മിസ് കോൾ അടിക്കണം. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് നമ്മളൊന്ന് ഡയൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ പറയുന്ന ബുക്കിംഗ് ആയിട്ടുണ്ടാവും. എന്തിനാണ് ബുക്ക് ചെയ്യുന്നത്? ഒന്ന്, നമുക്ക് ഈ ഗ്യാസ് എന്ന് പറയുന്ന ഒരു അപകടമുള്ള സാധനമാണോ? എന്തെങ്കിലും അപകടം പറഞ്ഞിരിക്കുന്ന സാധനമാണോ? ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പ്ലസ് പോയിന്റ് കറണ്ട് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു തരുന്നു ഇല്ലേ? അതിന് അപകടമുണ്ടോ? അത് പിടിച്ചുകൊണ്ട് കേൾപ്പിക്കുന്നത്. അപ്പം ഏതൊരു കാര്യത്തിനും അത് ഉപയോഗിക്കേണ്ടതായ രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ടാകും. അത് ഉപയോഗിക്കുന്ന രീതി അല്ലാതെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് അപകടം. അതുകൊണ്ട് ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അപകടം അത് ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്താൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. നമുക്ക് സാധാരണ നിങ്ങളിപ്പോൾ കിട്ടാൻ പോകുന്ന കണക്ഷൻ ആ ഒരു ടോട്ടൽ ഗ്യാസ് എന്ന് പറയുന്നത് 14.2 കിലോഗ്രാം ഗ്യാസ് ആണ്. ആ കാര്യം സിലിണ്ടർ എന്ന് പറയുന്നത് 15-16 കിലോ തൂക്കം, ഏകദേശം 30 കിലോഗ്രാം തൂക്കമുള്ള ഒരു സിലിണ്ടറാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മളത് വാങ്ങുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു സീൽ ഉണ്ടാവും. സീൽ ഉണ്ടാവും എന്ന് വ്യക്തമായി നിങ്ങൾ നോക്കണം. ഇനി ഗ്യാസ് നിങ്ങളുടെ വീട്ടിലാണ് തരുന്നത്, വഴിയിലല്ല തരുന്നത്. വഴിയിലിട്ട് കൊണ്ടല്ല തരുന്നത്. നിങ്ങൾ പറയും, കസ്റ്റമർ പറയണം എനിക്ക് വീട്ടിലാണ് വഴിയിലുണ്ടെങ്കിൽ നിങ്ങളെ തരണമെന്ന് പറയാനുള്ള ഒരു ജാഗ്രത നിങ്ങൾ ഇപ്പം ഇവിടെയാണ് നിങ്ങളുടെ വീട്. നിങ്ങൾ പണ്ട് കാലത്ത് വഴിയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാരണമുണ്ടായിരുന്നു. അന്നുണ്ടായിരിക്കുകയാണ് എല്ലാ സിലിണ്ടറുകളും മുന്നിട്ട് ഏതെങ്കിലും ഒരു കടയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു 15-20-50 വണ്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം സുഖമാണ്. നേരെ വന്നിട്ട് അവിടെ എല്ലാം കുറയ്ക്കുന്ന പൈസയാണ്. ഇന്ന് കാലമാണ്. ഇന്ന് എല്ലാ വീടുകളിലും വഴി സൗകര്യങ്ങളുണ്ട്, വണ്ടി തിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ദൂരത്തല്ലേ 1 കിലോമീറ്ററിലെ 10 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ അപ്പുറത്തുകൊണ്ട് നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് വെച്ചിട്ട് അവിടെ കാത്തു നിന്ന് അവരെ കൊണ്ട് അവിടെ തയ്യിക്കുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എന്താ സംഭവിക്കും? ആരെ പിന്നെ പറയേണ്ടി? വണ്ടിക്കാരെയാണോ നമ്മളാണ് അതിൽ വഴിയിലേക്ക് വിടുന്നത്. അപ്പൊ നമ്മുടെ അവകാശങ്ങളുണ്ട്, നമ്മുടെ യോഗ്യതകളുണ്ട്. അതായത് അവരൊക്കെ സാധന്മാരാണ്. അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടാനുള്ള അവകാശം നിങ്ങളുടെ വീട്ടിലാണ്. അത് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് സീലുണ്ട്, അറിയാതെ ഒരു പ്ലാസ്റ്റിക് സീലുണ്ട്. അവിടെ ഇപ്പോൾ ഉണ്ട്, അത് കാണാൻ പറ്റും. സീരിയാൻ കാണിക്കുന്നു. സീലുണ്ട്. ആ സീല് ഇതിന്റെ മുകളിൽ ഒരു സീലുണ്ട്. ഇതെന്താ കേൾക്കുന്ന ഒരു നൂലുണ്ട്. ഇത് നൈലോണാണ്. ഇതൊന്നും പൊട്ടിപ്പോകില്ല. ഇത് പിടിച്ച് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് ഈ സീൽ ഇങ്ങനെ കീറി വരും. അല്ലാതെ കത്തി കൊടുവാളൊന്നും നിർത്തുന്നത് വേണ്ട കാര്യമില്ല. ഇത് നേരെ ഇത് പിടിക്കാം. ഇങ്ങനെയാണ് ഇത് കൂട്ടിയാണ് സീൽ ചെയ്തത്. സീൽ ചെയ്യുന്ന ഈ സീല് മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് സീല് പൊട്ടിയിരുന്നു. അതെടുത്ത് കളയണം. ഒരു കാരണവശാലും സീൽ അതിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ വെക്കും. ഇതങ്ങനെ തന്നെ അവിടെ ഇരിക്കും.
എന്നിട്ട് ഈ സിലിണ്ടർ എന്താ മാറ്റി വെക്കും. അവിടെ 2 സിലിണ്ടറുള്ള ആൾക്കാർ അടുത്ത സിലിണ്ടർ എടുത്ത് വെക്കും. എന്നിട്ട് ചിലപ്പോൾ അവർ ടൂർ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. കുറേ കാലം വന്ന് കഴിയുമ്പോൾ ഈ സീരിയൽ ഇങ്ങനെ ഇരിക്കുന്ന കാലി സിലിണ്ടറോട് ഇരിക്കുന്നത് ഇത് നിറഞ്ഞതാണ്, നിറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മൾ മറന്നുപോയി, നമ്മൾ കത്തിച്ച് തീർന്ന കാര്യങ്ങളൊക്കെ മറന്നുപോയി. സീലുണ്ടായിരുന്നു മുകളിൽ. എന്നിട്ട് പിന്നെ ബഹളായി ഞങ്ങളുടെ കൊയ്യാണ്. സീലുണ്ടായിരുന്നു, ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ ഫുൾ കാര്യം. പിന്നെ ഞങ്ങളായിട്ട് പ്രശ്നം. അതുകൊണ്ട് സീൽ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സീലറിന്റെ മുകളിൽ വെക്കേണ്ടത് ഇടത് കളയും. ഇനി ഇതിന്റെ സേഫ്റ്റി വാല്യൂ കണ്ട ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം. പക്ഷേ ഈ സിലിണ്ടറിനകത്ത്, ഈ സിലിണ്ടറിനെ കുറിച്ച് ഞാൻ പറയാം, ഇത് ഒരു പുതിയ സിലിണ്ടറാണ്. ഇതിനകത്ത് ഇപ്പോഴുള്ള ഗ്യാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ഗ്യാസാണ്. ഇതിനകത്ത് ഇതിന്റെ 250 ഇരട്ടി ഇരട്ടി പ്രഷർ ചെയ്തിട്ടാണ് ഇതിനെ ഇങ്ങനത്തെ ഒരു ചെറിയ സിലിണ്ടറിലാക്കി വെച്ചിരിക്കുന്നത്. ആണോ? ഒരു 3-4 പേരുടെ വന്നിട്ട് ഒരു സിലിണ്ടർ ഉണ്ടെങ്കിൽ എത്ര ദിവസം ഉപയോഗിക്കും? 35-40 ദിവസം ഉപയോഗിക്കുന്നു. 35-40 ദിവസം ഉപയോഗിക്കുന്ന വിറക് നിങ്ങൾ അടിക്കുക. എത്ര സ്ഥലം വേണം അത്രയും വിറക്? അത്രയും കത്തിക്കുന്ന ഒരു സാധനം ഈ പറയുന്ന സിലിണ്ടറിനകത്തേക്ക് പ്രഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അത്ര പ്രഷറിലാണ് ഇതിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഗ്യാസ് സിലിണ്ടറിനകത്ത് കത്തില്ല. പല ആൾക്കാരുടെയും ധാരണ സിലിണ്ടറിനകത്തേക്ക് ഗ്യാസ് പോകില്ല, തീ പോകില്ല. തീ കത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജനുമായി സമ്പർക്കം. ഓക്സിജൻ സമ്പർക്കം ഉണ്ടായെങ്കിൽ മാത്രമേ ഗ്യാസ് കത്തുള്ളൂ. അതുകൊണ്ട് ഗ്യാസ് സിലിണ്ടറിനകത്തേക്ക് തീപ്പോലും ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നു അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പിന്നെ ന്യൂസുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിച്ച് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്ന എങ്ങനെ? പൊട്ടിത്തെറിക്കോ? പൊട്ടിത്തെറിക്കാം. എന്താ സംഭവിച്ചില്ല? ഇപ്പോഴും പുറത്തേക്ക് വരുന്നു, ലീക്കായി വരുന്നു, കത്തുന്നു. കത്തുന്ന സമയത്ത് ഇവിടെ സറൗണ്ടിങ്സിൽ കുറേ സാധനങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ പല പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം കത്തിയിട്ട് ഇത് ചൂടാകും. ഇതല്ല ആയിരിക്കുന്ന ഇരുമ്പ് സിലിണ്ടർ ചൂടാകും. ചൂടായി കഴിയുമ്പോൾ ഇത് കത്തലെല്ലാം അങ്ങനെ അല്ലാതെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് പോകില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഓർക്കുക? ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ താഴേക്ക് വലിക്കും, ഇങ്ങനെ വലിക്കരുത്. ഇതിപ്പോ ലീക്കുണ്ടാകും. ഇതിനകത്തൊരു ഓറിംഗ് ഉണ്ട്. ഇതിങ്ങനെ താഴേക്ക് വലിക്കുന്ന സമയത്ത് ഇതിന്റെ ഈ ലോക്ക് ഇങ്ങോട്ട് പൊട്ടേക്ക് വരും. ഇതിന്റെ ബെല്ല ഇങ്ങനെ വെച്ചാൽ മതി. ഇത്രയുള്ള കാര്യം. ഇത് നമുക്ക് സ്വന്തമായി തുറക്കാൻ കഴിയാതെ അയൽവക്കത്ത് പോയി കൊണ്ടുവരുന്ന എത്ര ആൾക്കാരെ വിളിച്ചു ഇല്ലേ? ഇതൊന്ന് തുറന്നു തരുമോ? ഇത് ഗ്യാസ് സിലിണ്ടർ ഒന്ന് തുറന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അയൽവക്കത്ത് പോയി വിളിക്കുന്ന ആൾക്കാർ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് വളരെ സിമ്പിളാണ്. അപ്പം ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഫോണുള്ള എത്ര ആൾക്കാരുണ്ട്? ഫോൺ കയ്യിലുള്ള എത്ര ആൾക്കാരുണ്ട്? മൊബൈൽ ഫോൺ ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. അല്ല, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ? എങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് അതൊക്കെ അതിൻ്റെ ടെക്നോളജി പഠിച്ചിട്ടുള്ളത് അതില്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു പുതിയ സംഗതി വരുമ്പോഴും അത് നമ്മളതിന് നമുക്ക് പേടിച്ചിട്ട് കഴിയില്ല, നമ്മളതേ പഠിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അയൽവക്കത്ത് പോയി നാട്ടുകാരെ പഠിക്കാൻ കഴിയില്ല. ഇത് ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് വലിക്കുന്ന സമയത്ത് ലോക്ക് ഫ്രീയോ സിമ്പിളായിട്ട് തുറക്കാവുന്നത്. ഇനി ഇതിനകത്ത് ഒരു ഓറിങ്, ഒരു വാഷ്, ഒരു കറുത്ത വാഷ്, അത് പല സമയത്ത് ചെക്ക് ചെയ്ത് വരേണ്ടതാണ്. കമ്പനീനെ ചെക്ക് ചെയ്ത് വരേണ്ടതാണ്. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ടേ ചെക്ക് ചെയ്യാൻ പാടും. കാരണം ഇതിന്റെ സീല് പൊട്ടിച്ചിട്ടേ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് തരണമെന്ന് വണ്ടിക്കാരോട് പറഞ്ഞാൽ ചെക്ക് ചെയ്തു. അല്ലെങ്കിൽ സീല് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവർ പറയാം നിങ്ങൾ സീല് പൊട്ടിച്ച് തരണമെന്ന് കംപ്ലൈൻറ്റ്. സീല് ഞങ്ങൾക്ക് പൊട്ടിക്കാനുള്ള അവകാശം. സീല് പൊട്ടിക്കാൻ പ്രസൻസ്, അവരുടെ പ്രസൻസ്, അവരുടെ കസ്റ്റമറുടെ പ്രസൻസ് നമുക്ക് കൊടുക്കും. എന്നിട്ട് നമ്മളിത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാനുള്ള മെഷീൻ വണ്ടികൾ, തൂക്കി നോക്കാനുള്ള മെഷീൻ വണ്ടികൾ. ഒരു വണ്ടി ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്ത് തൂക്കാനുള്ള സംവിധാനമുണ്ട്. ഗ്യാസ് സിലിണ്ടർ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം. ഇത് ഉപയോഗപ്പെടുത്തേണ്ട ചുമതല നമുക്ക്
മനസ്സിലായോ? ഇത് ഉപയോഗപ്പെടുന്നത് നമ്മുടെ ലീഗൽ പെട്രോളിംഗ് പോലെ റിവ്യൂ ചെയ്തിട്ട് വീട്ടിൽ ആക്കേണ്ടി വരും. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് അല്ലേ? അതുകൊണ്ട് കാരണം ആവശ്യമുൾപ്പെടെ നമ്മൾ എടുക്കും. അതുകൊണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യിപ്പിക്കേണ്ട ചുമതല മുന്നോട്ട്. അപ്പം ഈ ഓയിലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്റർ ചെയ്യുന്ന സമയത്ത് ലീഗുണ്ട്. അവിടെ ചെയ്യേണ്ടത് പലപ്പോഴും വണ്ടിക്കാരൻ പ്രശ്നമാണ്. വണ്ടിക്കാർ വരെ എന്താ ഔദാര്യം പോലെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെരുമാറ്റം വളരെ മോശമാണ്. നമ്മൾ ആ രീതിയിൽ അവരെ ഒരു പരിധി വരെ പഠിപ്പിക്കും. അവരെ മര്യാദയ്ക്ക് വളർന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളും കൂടെ അതിൽ നമുക്കെന്തോ ഇത് തിരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നമ്മളവരോട് പറയാം, നാട്ടിൽ അങ്ങോട്ട് അവകാശം നമ്മൾ കൂടുതൽ അവരുടെ മക്കിട്ടുകാരുടെ കാര്യമില്ല, അവർക്ക് ഇങ്ങോട്ട് മക്കിട്ടുകാരുടെ കാര്യമില്ല. ഒരു പരസ്പര വിശ്വാസത്തിൽ സന്തോഷത്തിൽ ചെയ്യേണ്ട കാര്യം. അതെ, ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഓയിലിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വർഷമാണ്. അത് ഒരു പക്ഷേ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ പത്രം സമയത്ത് എടുക്കുക. അടുത്ത സാധനം ഇനി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അത് മാറ്റിണ്ടാവുന്നേ ഉള്ളൂ. ഇനി അതൊന്നും ചെയ്യേണ്ട കാര്യം. ഗ്യാസ് എന്ന് പറയുന്ന സാധനം ഒരു മണമോ ഉള്ള സംഗതിയല്ല. പക്ഷേ ഇതിനകത്ത് ഗ്യാസ് ഒരു മണം ആഡ് ചെയ്തു. എന്തിനാണ്? തിരിച്ചറിയാൻ. ഗ്യാസ് ലീക്കാകുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലാതെ ഒരു മണം ആഡ് ചെയ്തു. ആ മണം നമുക്ക് ഫീൽ ചെയ്താൽ എന്ത് ചെയ്യും? ഗ്യാസ് ലീക്കാകും. എന്താണ് നമ്മൾ ചെയ്യാൻ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് അല്ലെ രാത്രി മുതലോ രാത്രി നമ്മൾ അടുക്കളയൊക്കെ ക്ലോസ് ചെയ്യും. എന്താ ചെയ്യുന്നത്? എവിടെ ക്ലോസ് ചെയ്യും? ഗ്യാസിന്റെ എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്? എവിടെ ക്ലോസ് ചെയ്യും? ഇവിടെ ക്ലോസ് ചെയ്യും അല്ലേ? ഇവിടെയാണോ ശരിക്കും ക്ലോസ് ചെയ്യുന്നത്? ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഇപ്പൊ ഫിറ്റ് ചെയ്ത് കാണിക്കും. നമ്മളെപ്പോഴും ഗ്യാസ് രാത്രിയിൽ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ റെഗുലേറ്ററിന്റെ അവിടെ ക്ലോസ് ചെയ്യുന്നത് ഗ്യാസ് കത്തി നിൽക്കുമ്പോഴായിരിക്കണം. കാരണം ഈ പൈപ്പിൽ കുറച്ച് ഗ്യാസ് ബാക്കിയുണ്ട്. അത് തീർന്നു എന്ന് ഉറപ്പുവരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്കി കത്തി തീർന്നുണ്ടാവും. എന്നാൽ ഇല്ലേ, എന്നിട്ട് വേണം പോയി കിടക്കാൻ. ഇനി രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു ഉണർന്ന് നമ്മൾ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് ഒരു മണം ഫീൽ ചെയ്യും. എന്താ നമ്മൾ ചെയ്യാമോ? മണം ഉണ്ടായാലും എന്ത് ചെയ്യണം? ഇത് ഉപയോഗിക്കുന്നവരാണ്. ഇപ്പൊ ഗ്യാസ് ഫ്രീ ആയിട്ട് കിട്ടിയാലും ഒരു പക്ഷേ വീട്ടിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. നമുക്ക് പുതിയ കാർഡ് കണക്ഷനൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കും. ഈ ഉള്ള ആൾക്കാർ എന്താണ് ചെയ്യാൻ? ഒരു ഗ്യാസ് മണക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? പല ആൾക്കാരും ചെയ്യുന്നത് തീപ്പെട്ടിക്കുള്ളി വരച്ചിട്ട് ഇങ്ങനെ നോക്കും, കത്തുന്നുണ്ടോ എന്ന് നോക്കും. എന്താ ശരി? അങ്ങനെ റെഗുലേറ്റർ ഓഫ് ചെയ്യാം. റെഗുലേറ്റർ ഓഫ് ചെയ്യാം. അല്ല, ഇവിടെ കത്തുന്നുണ്ടോന്ന് അറിയാലോ. വളരെ വിദ്യാസമ്പന്നരായ ആൾക്കാർ പോലും ഞങ്ങൾക്ക് വന്നത് ഞങ്ങളോട് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ കത്തിച്ച് നോക്കിയപ്പോൾ കത്തി. അപ്പൊ ഞങ്ങളുടെ കൈ പൊള്ളി, ഞങ്ങളുടെ മറ്റ് വസ്തുവകളൊക്കെ കത്തി. നിങ്ങൾ ലീക്കുള്ള സിലിണ്ടറാണ് നമുക്ക് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. ഇതിലുണ്ട അല്ലെങ്കിൽ ഇതാ പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഏത് സമയത്തും ഇതിന്റെ പല സാധനങ്ങളും ലൂസാവാം, പൊട്ടാം. നമ്മൾ തരുന്ന സമയത്ത് വളരെ സൗണ്ടായിട്ടുള്ള സാധനമായിരിക്കും നമുക്ക്. പക്ഷെ പിന്നീട് അതിന് തേയ്മാനമോ അല്ലെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ചെയ്യുന്ന സമയത്തുള്ള തേയ്മാനമോ പൊട്ടലോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത് ലീക്കോ. കാരണം അത്ര പ്രഷറിലാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. 250 ടൈംസ് ആണ് ഇതിനകത്തുള്ളത് മാർക്കറ്റ്. അപ്പൊ അവിടെയുള്ള ആ ഒരു പ്രഷർ കാരണം ഇതിനകത്ത് പല ലീക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട സാധനം എന്ന് പറയുന്നത് ലൈറ്റുകളൊന്നും ഓൺ ചെയ്യരുത്. ഇടുകയോ ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യും. ഒന്നും ആ സെറ്റിൽ എന്താണോ അവിടെ നടന്നത് അതേപോലെ നിൽക്കുക. എല്ലാ ജനലുകളും തുറന്നത് നന്നായിട്ട് വായു സഞ്ചാരം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ കാര്യങ്ങളെ പറ്റും. എന്നിട്ട് പറ്റുന്നിടത്തോളം പറ്റുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് റെഗുലേറ്ററിൽ നിന്ന് ഊരുക. റെഗുലേറ്റർ ഓടിയിട്ട് നേരെ പുറത്തേക്ക് ഇവിടെയും പ്രദേശത്തേക്ക് ഇട്ടേക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ എന്ന് ധൈര്യമുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കേണ്ടത് ഗ്യാസ് ഏജൻസിയുടെ നമ്പറിലേക്ക്. ഇന്ന പോലെ സംഗതി ഇത് മണക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലെ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വരും. അതിന്റെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരും.
അവിടെ സൊല്യൂഷൻ നമ്മളായിട്ട് കുറേ പരിപാടികൾ ചെയ്യും. നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ കൂടിയ കാര്യങ്ങളൊന്നും കത്തിച്ച് നോക്കാനും വേറെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ നമുക്ക് ഇതുണ്ടാവും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇനി അതിനിടയ്ക്ക് ഞാൻ ഈ സിലിണ്ടർ എന്താണ്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ട്, എന്താ സംഭവം. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിലിണ്ടറാണ്. IOCക്ക് മാത്രമേ ഇതുള്ളൂ. ഇത് ഫൈബർ, അപ്പം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നു, പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എടുക്കാനുള്ള സൗകര്യം ഇതിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ 10 കിലോ സിലിണ്ടറാണ് ഇതിൻ്റെ ഗ്യാസാണ് ഇതിനകത്ത് ഇതിൻ്റെ ഈ കേസിൻ്റെ രൂപം എന്ന് പറയുന്നത് 16 കിലോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ തൂക്കം എന്ന് പറയുന്നത് 14 കിലോ. ഇത് ഫുൾ സിലിണ്ടറാണ്. ഈ ഫുൾ സിലിണ്ടർ ആകെയുള്ളത് 14 കിലോ. നമ്മുടെ കാലിസ്റ്റിൻ്റെ സാധാരണ ഇൻഡ്യൻ സിലിണ്ടർ കാലിയുടെ എന്ന് പറയുന്നത് 14 കിലോ. 14 കിലോ സിലിണ്ടർ ഗ്യാസ് കിട്ടും. അപ്പോൾ 14, 16, 30 കിലോ തൂക്കും. അത് നമ്മൾ എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ഭയങ്കര 2-3 പേരെ വിളിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ കൊണ്ടുപോകുന്ന ഇന്ന് നമ്മുടെ നല്ല അടുക്കളകളും വീടുകളും ഒക്കെയാണ്. അവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ എവിടെയെങ്കിലും നമ്മുടെ ടൈലിലൊക്കെ തട്ടിയാൽ പൊട്ടിപ്പോകും. കാരണം ഈ ഇരുമ്പ് ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഇനി നമ്മൾ ഗ്യാസ് കൊണ്ട് സ്ഥിരമായി വെക്കുന്ന അടുക്കളയുടെ ആ റോഡ് തറയുടെ ആ ഭാഗം എങ്ങനെ ഇതിൻ്റെ ഭംഗിയായിട്ടാണോ ഇരുമ്പൊക്കെ പിടിച്ച് എങ്ങനെ ഇരിക്കും? ആകെ കുളമായിട്ടാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്നും തുരുമ്പാണ്. സ്വാഭാവികമായിട്ടും ഇതിനൊരു ചെറിയ ഒരു മോയ്സ്ചറുണ്ട്. അപ്പം തുരുമ്പ് കൂടുതലുണ്ടാവും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അടിഭാഗം ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, ഫ്ലോറിനൊന്നും സംഭവിക്കില്ല. തുരുമ്പ് പിടിക്കുന്നുള്ള പ്രശ്നമില്ല. കാണാൻ നല്ല സൗകര്യം, പൊട്ടിത്തെറിക്കില്ല. കാരണം ഇത് ഉരുകി പോകുകയുള്ളൂ. ഒരു കാരണവശാൽ പൊട്ടിത്തെറിച്ച് പീസായി വന്നിട്ട് ആൾക്കാരിൽ അത് തട്ടി പ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയെ ഉണ്ടാകും. പക്ഷേ ഇത്രയും ഗുണം. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശരീരം സ്ത്രീകളാണ്. 14 കിലോ തുകയുള്ളൂ. ഭംഗിയായിട്ട് അവർക്ക് അവരുടെ വേറൊരാളെ സഹായിക്കുന്ന അല്ലെങ്കിൽ വേറൊരാളെ ആശ്രയിക്കേണ്ട കാര്യങ്ങളും ഇതാണ് ഈ സിലിണ്ടറിനുള്ള പ്രത്യേകത. ഇത് നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് അടുത്ത നമ്മൾ ചോദിക്കുന്നത്. ഇത് നമുക്ക് പുതിയ കണക്ഷനായിട്ട് എടുക്കാം. ഇതിൻ്റെ ഡെപ്പോസിറ്റ് തുക എന്ന് പറയുന്നത് 3000 രൂപ. റീഫിലിൻ്റെ തുക എന്ന് പറയുന്നത് 650 രൂപ. കാരണം 10 കിലോയേ ഉള്ളൂ. ഗ്യാസിൻ്റെ വില സെയിമാണ്. മറ്റേത് 14 കിലോയ്ക്ക് 912 രൂപയുള്ളൂ. ഇതിന് 10 കിലോയേ ഉള്ളൂ. അതുകൊണ്ട് 650 രൂപയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ വില സെയിമാണ്. തൂക്കം അനുസരിച്ചാണ് പൈസ. ഇതിൻ്റെ ഡെപ്പോസിറ്റ് തുക 3000 രൂപ. മറ്റേത് 2200 രൂപ സിലിണ്ടറിൻ്റെ ഡെപ്പോസിറ്റ്, 250 രൂപ റെഗുലേറ്ററിൻ്റെ കൂട്ടി 2450 ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വരുന്നത് 3250 രൂപ. കാരണം 3000 രൂപ ഇതിൻ്റെ ഡെപ്പോസിറ്റ്, 250 രൂപ റെഗുലേറ്ററിൻ്റെ ഡെപ്പോസിറ്റ്. ഇതാണ്. ഇതിൽ നമുക്കിനി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇരുമ്പിൻ്റെതാണ്. അതെനിക്ക് ഇതിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ മാറാം? നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന കാലി സിലിണ്ടർ കൊണ്ട് സറണ്ടർ ചെയ്യും. എനിക്ക് പകരം ഇതാണ് വേണ്ടതെന്ന് പറയുന്നത്. എത്ര തുകയായിരുന്നു ഈ പറയുന്ന ഇരുമ്പ് സിലിണ്ടർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? സപ്പോസ് 2000 രൂപയാണ്, അല്ലെങ്കിൽ 900 രൂപ, എത്ര രൂപയാണ്? ഇതിൻ്റെ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 3000. ആ ഒരു ഡിഫറൻസ് തുക എന്ന് പറഞ്ഞാൽ 1000 രൂപ എത്രയാണോ ബാക്കിയുള്ള ആ തുക അടച്ചാൽ നമ്മുടെ സിലിണ്ടറുകൾ രണ്ടും മാറ്റിയിട്ട് ഈ സിലിണ്ടറിലേക്ക് നമ്മൾ മാറ്റി. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതാണ് റെഗുലേറ്റർ. റെഗുലേറ്റർ ഈ സിലിണ്ടറിനും എല്ലാ സിലിണ്ടറുകൾക്കും റെഗുലേറ്റർ ഭാഗമാണ്. ഒരു പ്രശ്നം, ഒറ്റ സിലിണ്ടർ ഒരു റെഗുലേറ്ററാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? ഇതാണ്. ഇത് കണ്ടോ? ഇതിന് ഇവിടെ ഒരു ലോഗുണ്ട്. ഇവിടെ താഴെയുള്ള ഈ ഭാഗം ഇങ്ങനെ മൂവ് ചെയ്യും. ഹലോ, ഈ താഴെയുള്ള ഭാഗം ഇത് മുഴുവൻ ബോൾസാണ്. ഇതിങ്ങനെ മൂവ് ചെയ്യും. ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം? ഇത് ശ്രദ്ധിക്കണം.
ഇത് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് അമർത്തുക. അമർത്തുന്ന സമയത്ത് കേട്ടോ, ഈ നോബ് ഈ സൈഡിലേക്ക് ആയിരിക്കണം. ഇത് മുകളിലേക്ക് അമർത്തുന്ന സമയത്ത് ഇതിങ്ങനെ താഴെ നിൽക്കും. ഇത് നേരെ ഇതിലേക്ക് വെക്കുക, കൈ വിടുക. എന്നിട്ട് ഇത് ശരിയാവുന്നില്ല എങ്കിൽ രണ്ട് തള്ളവകൾ ഉപയോഗിച്ചിട്ട് രണ്ട് സൈഡ് കൊണ്ടൊന്നാണ്. ഇതിപ്പോ സെറ്റായി പോരില്ല. ഇനി ഇത് ഇവിടെ ഓൺ ചെയ്യണം, മുകളിലേക്ക് ഗ്യാസ് ഇവിടെ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് സ്റ്റൗ ഈ നോബ് ഉള്ളിലേക്ക് തള്ളുക, ജസ്റ്റ് ഓൺ ചെയ്യുക. അങ്ങനെ കമ്പിൾ എടുക്കാൻ പാടില്ല. ഒരു കൈ ഈ കാണുന്നുണ്ടോ? അവിടെ ഇരിക്കുന്നവർക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഇതിന്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ഇങ്ങനെ ബ്ലൂ കളർ തന്നെ വരും. ഇതിവിടെ കത്തുന്നുണ്ട്. ഇത് പിന്നെ പല ആൾക്കാരും പറയുന്നത് കരി പിടിക്കുന്നുണ്ട്, ഇങ്ങനെ ആടി കത്തുകയാണ്, ചൂട്ട് കത്തുന്നുള്ള കത്തുകയാണ്. അത് നിങ്ങൾ വൃത്തിയാക്കി, അതായത് ഇതിനകത്ത് പൊടി പിടിക്കുന്നതുകൊണ്ടാണ് പറയുന്ന ആടി കത്തലും പിന്നെ കരി പിടിക്കുന്ന പ്രശ്നം. ഇത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അല്ല കത്തുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നതുണ്ട്. അതിനും നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പറയാൻ ഞങ്ങളുടെ സ്റ്റൗ ഒന്നും ശരിയായി കത്തുന്നില്ല, അതുകൊണ്ട് അതിനാളെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആളെ വരുന്നു. അത് വന്ന് സർവീസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും പൈസ കൊടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കണം. മനസ്സിലായോ? ഇത് ഇങ്ങനെ തന്നെയാണ് കത്തേണ്ടത്. ഇത് ഞാനിവിടെ ഓഫ് ചെയ്യും. ഇങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്. ഇവിടെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്തുന്നു. ഇനി ഇതിവിടെ നമ്മൾ ഓഫ് ചെയ്യും. ഇത് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രീത്ത് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതിനകത്ത് ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂ. ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ബ്രീത്താണ്, ഇത് ശ്വസിക്കുന്ന സാധനം. ജസ്റ്റ് ഇതിനകത്തുള്ള എയറിനെ പുറത്തേക്ക് വിടുകയാണ്. അതാണ് ഇത് തുറക്കുന്ന സമയത്ത് കുറഞ്ഞ സൗണ്ട് എന്ന് പറയും പുറത്തേക്ക് വരും. അത് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ഇത് ശരിയായി കത്തും. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സമുണ്ട്, ഇതുണ്ടെങ്കിൽ ചെറിയൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ വയറിന്റെ ഒരു ചെറിയ കമ്പിയുടെ ഇതെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുത്തിയാൽ ഈ പറയുന്ന അടവ് പൂർണ്ണമായിട്ട് പോകുന്നത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, പല വീടുകളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് സിലിണ്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ മുകളിൽ പഴയ തുണികൾ, പിന്നെ കുറേ സാധനങ്ങൾ, നമുക്കിങ്ങനെ വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തൊരു സാധനങ്ങൾ അല്ലേ. ഇതിന്റെ മുകളിൽ ഇല്ലാത്ത സംഗതികളുണ്ടാവും, അരിപ്പൊടി ഉണ്ടാവും, എന്തൊക്കെ വേസ്റ്റ് ഉണ്ടാവും, അത് മുഴുവൻ തെറിച്ചു. ഒരു കാരണവശാലും ആ രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അപകടം പിടിച്ച സാധനമാണ്. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്ന് കരുതിക്കൂ. ഏത് സമയത്ത് എന്തും സംഭവിക്കാം. ഇനി ഇത് തൊടാൻ പാടില്ല. അങ്ങനെ ഇതിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകാം. ജാഗ്രതയും അതോടും ഭയമല്ല ആവശ്യം, ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗം. ഇത് വളരെ വൃത്തിയായി സൂക്ഷിക്കണം. ഒരു കാരണവശാലും ഇതിന്റെ മുകളിൽ മുടിയോ കാര്യങ്ങളോ ഇടരുത്. ഇത് മൂടി വെക്കരുത്. മനസ്സിലായോ? പലരും ഇത് ചാക്കൊക്കെ മൂടി വെക്കും. പിന്നെ എപ്പോഴും ഇത് ചെയ്യണം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഇവിടെ താഴെ ആയിരിക്കണം എന്ന് പറയാൻ കയ്യിലെത്താവുന്ന ദൂരത്തിൽ ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യാം. 1.5 മീറ്റർ നീളമാണ് ഇതിനാകെ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പല ആൾക്കാരും ഒരുപാട് ദൂരത്ത് കൊണ്ടുപോകുന്ന സമ്പ്രദായങ്ങളും ഇപ്പോൾ. അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു പറയും എൻ്റെ അടുക്കള ഇവിടെയാണ്, സിലിണ്ടർ ഇരിക്കുന്ന അവിടെയാണ്, വലിയ പൈപ്പൊക്കെ ഗ്ലാസ് കൊണ്ടുള്ള പൈപ്പൊക്കെ അവിടെ ഒരു ലീക്കുണ്ടായി. എങ്ങനെ ക്ലോസ് ചെയ്യും? സിലിണ്ടർ ഇരിക്കുന്നതാണ് ഒരു ലീക്ക് ഉണ്ടാകുന്നത്. എങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യും? എങ്ങനെ ക്ലോസ് ചെയ്യും? പറ്റുമോ? എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലും എളുപ്പമുള്ള കാര്യമില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഥകൾ തുറന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ട് ഈ ചന്തയിൽ സൂക്ഷിച്ചു വെക്കണം. ഇതിന്റെ മുകളിൽ കൂടെ പാല് തൂക്കി കറി ഒഴിച്ച് ആകെ പ്രശ്നം ഉണ്ടാക്കി മുഴുവൻ കുളമാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഗ്യാസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാകുന്നുണ്ടാവും, പൈസ നിങ്ങളെ പോകുന്നുണ്ടാവും, അപകടങ്ങൾ ഉണ്ടാകും.
മനസ്സിലായല്ലോ? അതുകൊണ്ട് ഗ്യാസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഹൈജീനിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ശരിയായ രീതിയിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഒക്കെ കഴിഞ്ഞിട്ടും ഒരു ദിവസം വീട്ടമാണ് ഒരു ദിവസം 40 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. 40 സിഗരറ്റ് വലിക്കുന്ന ഒരു വ്യക്തിക്ക് തുല്യമാണ് വിറക് ഉപയോഗിച്ച് ഒരു വ്യക്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുപ്പ് കത്തിച്ചാലുണ്ടാകുന്ന എഫക്ട് എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളുടെ പർദീസയായി നമ്മുടെ സ്ഥലമാക്കും. അപ്പം നമുക്ക് കഴിയുന്നിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആരോഗ്യകരമായ ഒരു അടുക്കളയും എല്ലാ രോഗങ്ങളും ശരിയായ രീതിയിലുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ സാധിക്കാൻ ആശംസിക്കുകയാണ്. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഈ ട്യൂബിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം. പല ആൾക്കാരും പറയും ഞാൻ വാങ്ങിയിട്ട് 10 വർഷം, ഒരു കേടുമില്ല, ഒരു കുഴപ്പമില്ല, ഒരു വീക്കുമില്ല, അതുകൊണ്ട് അതിനെ മാറ്റേണ്ട ആവശ്യം ഒരിക്കലും അങ്ങനെയല്ല. ഇതിന് 5 വർഷം കാലാവധിയാണ്. ഇത് നിങ്ങൾ സിസ്റ്റത്തിലാണ് കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ട്യൂബ് റെഗുലേറ്റർ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. 5 വർഷം കഴിയുന്ന യുവർ ഹോസ് റീപ്ലേസ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹോസ് റീപ്ലേസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്, അത് മാറ്റണം എന്നാണ് പറയുന്നത്. ഇനി വേറെ ഒരു കാര്യം, നമുക്ക് ഗ്യാസ് നിറയ്ക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇത് അപകടം പിടിച്ച സാധനമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്തെങ്കിലും പരിരക്ഷ ഇൻഷുറൻസ് പെൻഷൻ ഇതിലൂടെ കിട്ടുന്നുണ്ടോ അറിയാവോ? ഇൻഷുറൻസ് പെൻഷൻ ഇതിലുണ്ടോ? നമ്മളത് ഇൻഷുറൻസ് നടത്തില്ല, ഇന്നെന്തിനും പരിരക്ഷയില്ലേ? നമ്മൾ ഓരോ തവണയും ഗ്യാസ് ബുക്ക് ചെയ്യണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞു. ബുക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഇത് വേറെ രീതിയിൽ പോകരുതൊന്നും. 2, ബുക്ക് ചെയ്ത വ്യക്തിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന ആ ബില്ലിനകത്ത് ഒരു ഇൻഷുറൻസ് തുകയ്ക്കുള്ള കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാസിന്റെ ടോട്ടൽ തുക എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ 911 രൂപ 50 പൈസയാണ് ഇപ്പോൾ ഗ്യാസിന്റെ യഥാർത്ഥ വില. ഡെലിവറി ചാർജ് ഒക്കെ കൂട്ടി 2 കൂടെ തോന്നും. ആ 911 രൂപ എത്രയാണോ ബില്ല് എമൗണ്ട്, ആ ബില്ല് എമൗണ്ടിൽ നിങ്ങൾ ഇൻഷുറൻസ് തുകയും കൂടെ കൂട്ടി അടയ്ക്കുന്നു. എന്തിനാ ഇൻഷുറൻസ്? അപകടം പിടിച്ച സാധനമാണ്, അപകടം പറ്റിയ ഇത്. ഏതൊരെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ നമുക്ക് കുറെ പൈസയും കൊണ്ട് പോകാൻ ബാഗിലുണ്ട്, എന്നാ നിങ്ങൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്, എന്നാ നിങ്ങൾക്ക് പൈസ പറയോ? എങ്ങനെയാണ് ഇത് തരാതിരിക്കേണ്ടത് എന്നതിനുള്ള കുറിച്ചുള്ള സമ്മതങ്ങളാണ്. ആണോ? ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി, ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് എക്സോവൈ ഇൻഷുറൻസ് കമ്പനി ആവട്ടെ, നിങ്ങൾ ചെന്ന് പറഞ്ഞാൽ അവർ ഇൻഷുറൻസ് തരൂ. എന്തൊക്കെ ഇതെല്ലാം അവരിങ്ങനെ നോക്കും, അതിനുശേഷമാണ് തരിക എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇത്. കമ്പനിയുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ ട്യൂബ് 5 വർഷമായ ഇതിന്റെ കാലാവധി, ഈ ട്യൂബ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കടകളിൽ പോയി വാങ്ങാൻ പാടില്ല. കാരണം ഇത് എല്ലാം ഡേറ്റയാണ് ആദ്യം എടുക്കുക. അപ്പം ആരുടെ പേരിലാണ് ഇവരെ കണക്ഷൻ എടുത്തിട്ട് എന്നാണ്, ഇവർ ട്യൂബ് മാറ്റിയത് എന്നാണ്, റെഗുലേറ്ററിന്റെ കണ്ടീഷൻ എന്താണ്, എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് നോക്കിയാൽ ആ കസ്റ്റമർ നമ്പർ അടിക്കുമ്പോൾ അറിയാം. ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്താൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് ചെയ്യാൻ നോക്കും. എവിടെയെങ്കിലും ഒരു മാനദണ്ഡം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് പറയും, ആ ഞങ്ങളുടെ റെഗുലേറ്ററാണ്, ഞങ്ങളുടെ ട്യൂബല്ല, ആണോ? ശരിയാണോ? ഇത് ശരിയായ രീതിയിൽ ഫോളോ ചെയ്യേണ്ട ചുമതലയാക്കണം. അപ്പൊ നമ്മൾ പറയും, പല ആൾക്കാർ ഇപ്പം ഭയങ്കര ഞാൻ ഇതൊരു ലേറ്റ് ആവാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബയോമെട്രിക് നടന്ന സമയം മസ്റ്ററി എല്ലാവരും വന്നിട്ട് കണ്ണ് അല്ലെങ്കിൽ കമ്പ് അവിടെ വെക്കണം, എല്ലാവരെയും സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഇന്നായിരിക്കും വരുന്നത്. അവരോട് പറയും, നമ്മൾ ബുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്യൂബ് മാറ്റാൻ സമയമായിട്ടെന്ന് പറയുമ്പോൾ അവരോട് അതിനൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ തൽക്കാലം 190 രൂപ കൊടുക്കാൻ മടിയുള്ളതുകൊണ്ട് 190 രൂപയാണെങ്കിൽ മടിയുള്ളതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മാറ്റി തീർക്കുന്നു. വരുന്ന 90% ആൾക്കാർ പറയും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മാറ്റി തീർക്കും. ഞങ്ങൾക്ക് കണക്ഷന്റെ എണ്ണം ഞാൻ പറയുന്നു ആണെങ്കിൽ 1000കണക്കിന് കണക്ഷൻ ട്യൂബുകളിൽ ഞങ്ങൾ വിൽക്കേണ്ടതുണ്ട്. ഇതൊന്നുമില്ല,
എന്നിട്ട് പറയാം ഞങ്ങൾ അവിടുന്ന് വാങ്ങി, ഞങ്ങൾ ഇവിടുന്ന് വാങ്ങി, ഞങ്ങൾ തൽക്കാലം ഞങ്ങളെ ഫുള്ളാക്കാൻ പറ്റും. എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദി ആ കസ്റ്റമർ മാത്രമായിരിക്കും. അതുകൊണ്ട് ഇൻഷുറൻസ് ഇതിനകത്തുണ്ട്, ഡെപ്പോസിറ്റ് ഇതിലുണ്ട്, ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടാം. ഇനി 5 വർഷത്തിലൊരിക്കൽ ഒരു മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ ഒരാൾ അവർക്ക് നമ്മുടെ ഞങ്ങളുടെ ID കാർഡ് ഉണ്ടാവും, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള ഒരു പെർമിഷൻ ലെറ്റർ ഉണ്ടാവും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് പേപ്പറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് വർഷത്തിലൊരിക്കൽ വന്നിട്ട് നിങ്ങളുടെ സ്റ്റവ് വെച്ചിരിക്കുന്ന രീതി ശരിയാണോ, സിലിണ്ടർ എന്താണ്, എല്ലാ കാര്യങ്ങളും നോക്കി 236 രൂപയാണ് അവരുടെ ചാർജ്. അത് ഇൻഷുറൻസ് തുകയല്ല, മനസ്സിലായോ? ഇൻഷുറൻസ് സംഭവിച്ചാൽ, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ മാൻഡേറ്ററി ഇൻസ്പെക്ഷൻ നടത്തിയ വീടായിരിക്കണം. അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അതും പലരും പറയും ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് അതോറിറ്റിയോട് നിങ്ങൾ നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലും കളിപ്പിക്കുന്നുണ്ട് ഇതിങ്ങനെ ഗ്യാസ് പോകുന്നത് കാണാം, ഇങ്ങനെ കാണാം, അത് കാണാമെന്നൊക്കെ പറഞ്ഞ് 2200 3000 എന്ന് പറഞ്ഞാൽ അപ്പോഴത് കയ്യിൽ കൊടുത്തിട്ട് പറയും, കൊടുത്ത് അവർ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിക്കും. ഇങ്ങനെ ആൾക്കാർ വന്നായിരുന്നു, നിങ്ങൾ വിട്ടതാണ്, ഞങ്ങളൊന്നും അറിയില്ല, അയ്യോ എന്റെ 3000 പോയല്ലോ എന്ന് പറയും. ഗ്യാസുമായി എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് ബുക്കിനകത്ത് ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, നേരെ വിളിക്കുക. എന്താണ് ഇങ്ങനൊരു സംഗതിയുണ്ട്, ജെന്യൂനായിട്ടുള്ള ആൾക്കാർ വന്നപ്പോൾ നിങ്ങൾ വിളിക്കും, ഞങ്ങൾ പറയാം ഓക്കെ ഇന്ന ആളാ റെഡിയാണ്, നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് ചെയ്താൽ മതി. ഒരു ഫോൺ കോളിന്റെ കാര്യങ്ങളുള്ളൂ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഇപ്പോൾ ഈ പറയുന്ന 10 പേർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ 10 പേർക്കും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാനും അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ നമ്മൾ ഈ സൗജന്യ ഗ്യാസ് വിതരണം നടത്തുന്ന കൂടുതൽ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇതിന്റെ കൂടെ കിട്ടുന്നത് ഗ്യാസ് സിലിണ്ടർ, സ്റ്റവ്, റെഗുലേറ്റർ, ഇത്രയും സാധനമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഇത് കത്തിക്കാനുള്ള ലൈറ്റർ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണം. ലൈറ്റർ ഇവരെ കൈവശമുണ്ട്, അതിന് 100 രൂപയാണ് ഒരു ലൈറ്ററിന്റെ വില. ഞാൻ ആദ്യം ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മേടിക്കുക, അതുകൂടെ ഈ കൂട്ടത്തിൽ മേടിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇത് വിതരണമാണ്. ഇനി സമയം ഒരുപാട് നേരമായി, അധികം നീട്ടിക്കൊണ്ടു പോകാനില്ല. അപ്പോൾ ഇത് വിതരണം ചെയ്യുന്നതിന്റെ ചടങ്ങിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് ഇങ്ങോട്ടേക്ക അതിന്റെ മുന്നിൽ നിന്നോ. അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി സുജ എം. കൊടുക്കുന്നതിന് വേണ്ടി ജസീനക്ക് ഈ ഗ്യാസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ NC ബിജു അവരുകളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജസീന അവരുകളെയും ക്ഷണിക്കുകയാണ്.
അങ്ങോട്ട് ബിജോട്ട് അങ്ങോട്ടേക്ക്. അല്ല ഇവിടെ നിന്ന് രണ്ടു കൂടി ഉണ്ടായാൽ മതി, എന്നാ കുഴപ്പമില്ല. എന്നാ അതൊന്നും അതിലേക്ക്. ഓക്കെ, അടുത്തതായിട്ട് സുജ എം. സുജ എമ്മിന് നൽകുന്നതിന് വേണ്ടി ദീപു രാജഗോപാലിനെ ക്ഷണിച്ചോളുന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ദീപു രാജഗോപാലിനെ ക്ഷണിച്ചോളൂ. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുജയെ ക്ഷണിച്ചോളൂ. കയ്യെടുത്തോളൂ. റംലത്ത് സി പിക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിബു അവരുടെ ക്ഷണിച്ചു. ഏറ്റുവാങ്ങുന്നതിന് റംലത്തിന്റെ ഹസ്ബൻഡാണ് വന്നിട്ടുള്ളത്, ഷിബിലിനെ ക്ഷണിച്ചോളൂ. ഷീനായമ്മിന് കൊടുക്കുന്നതിന് വേണ്ടി ഭാസ്കരനെ ക്ഷണിച്ചോളൂ. ഏറ്റുവാങ്ങുന്നതിന് ഷീനയെ ക്ഷണിച്ചു. അടുത്തത് ലിസി പോളിന് നൽകുന്നതിന് വേണ്ടി സുരേഷ് കുമാറിനെ ക്ഷണിച്ചു കൊടുക്കും. മുത്ത്. ആമിനായ്ക്ക് നൽകുന്നതിന് വേണ്ടി ഇന്ദ്രജിത്ത് ലാലിനെ ക്ഷണിച്ചു കൊടുക്കും. വെളിച്ചം കുറവാണ്. ഇങ്ങോട്ട് പ്രതിങ്ങോട്ട് തള്ളിയിട്ടാണ്. ശാന്ത എടത്തിലൻ സുന്ദരിമുഖ് സ്വദേശിക്ക് നൽകുന്നതിന് വേണ്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശാന്തയെ ക്ഷണിച്ചു. അടുത്തതായത് ചന്ദ്രികയ്ക്ക് നൽകുന്നതിന് വേണ്ടി കൃഷ്ണനെ ക്ഷണിച്ചു. അതിലെടുക്കണ്ടോ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് കണ്ടമാനം എടുത്തുകൊണ്ട് തൽക്കാലം നമുക്ക് 2 പേർക്ക് സ്റ്റവ് കൊടുക്കാനില്ല. അതിന് തൽക്കാലം നമ്മൾ ഈ സ്റ്റവ് ഒന്ന് എടുത്തിട്ട് ഒരു ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ഷീബയ്ക്ക് നൽകുന്നതിന് വേണ്ടി മത്തത്തിനെ ക്ഷണിച്ചിരുന്നു. വർഗീസ് മത്തച്ചൻ. ഓക്കെ ഓക്കെ അല്ല ഒരാൾ കൂടി ഇല്ലേ? കഴിഞ്ഞില്ല. ഒന്നും കൂടി ഒരാൾ കൂടി ഇല്ലേ? ചന്ദ്രികയ്ക്ക് വേണ്ടി നൽകുന്നതിന് വാസുവിനെ ക്ഷണിക്കുക. ചന്ദ്രിക വരാത്തതുകൊണ്ട് പ്രതിനിധിയായിട്ട് വേറൊരാളെ നിശ്ചയിച്ചാണ് നമ്മൾ തൽക്കാലം. ഓക്കെ, ഇനി ഇപ്പൊ ഈ ഗ്യാസ് കണക്ഷൻ കിട്ടിയവരെല്ലാവരും ഒന്ന് നിരന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇത്രയും സന്തോഷമായ നിമിഷമാണ്. ഫ്രീ ആയിട്ട് കണക്ഷൻ കിട്ടിയാണ്. എല്ലാവരും ഒന്ന് ലൈറ്റ് കുറവാണ്. ഇങ്ങനെ നിൽക്കി. അല്ല നിൽക്കി.
ഇത്തിരി സെറ്റാണ്. മുത്തേടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇന്ദ്രജിത്ത് ലാൽ അവർകളെ ക്ഷണിച്ചുകൊള്ളുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി NC ബിജുവേട്ടൻ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ മുത്തേടം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുരേഷ് വെള്ളാരമുണ്ട അവറുകൾ, ഈ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള എടക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ദീപു രാജഗോപാൽ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് സ്വാഗതം അരുളിയിട്ടുള്ള മുത്തേടം പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി അനിൽകുമാർ കൽക്കുളം, ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചിട്ടുള്ള മുത്തേടം പഞ്ചായത്ത് BJP പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ പപ്പേട്ടൻ, മാതച്ചായൻ, കൃഷ്ണേട്ടൻ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. ഈ സ്ഥലം ഇവിടെ ഞങ്ങൾക്ക് പരിപാടി നടത്തുവാൻ വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന മുജീബ് വാളപ്പുറയ്ക്കും നന്ദി അറിയിക്കുന്നു.